بسم الله الرحمن الرحيم وما يستوي البحران هذا عذب فرات سائغ شرابه وهذا ملح أجاج ومن كل تأكلون لحما طريا وتستخرجون حلية تلبسونها وترى الفلك فيه مواخر لتبتغوا من فضله ولعلكم تشكرون يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وإذا بلغ الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله عليم حكيم. സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വെളിച്ചം നൽകുന്നതാണ് നല്ല മാർഗനിർദ്ദേശങ്ങൾ. ഓരോ സന്ദർഭങ്ങളിലാണ് അതിൻ്റെ വില നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്നത്. കാർമേഘങ്ങൾ മൂടി നക്ഷത്രങ്ങളെ കാണാത്ത ഇരുണ്ട ആകാശവും ദിശകളറിയാത്ത കടലിൽ അകപ്പെട്ട ഒരു വഞ്ചിക്കാരൻ്റെ തോണിക്കാരൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഏതു ഭാഗത്ത് നോക്കിയാലും കരയുടെ യാതൊരു ലക്ഷണങ്ങളുമില്ല. ഘോരമായ മഴയും കാറ്റും ഇടിയും നിറഞ്ഞ ഒരു കടലിൻ്റെ അന്തരീക്ഷത്തിൽ തനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സൂചകങ്ങളായി ആകാശത്തു നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ പ്രകാശഗോപുരങ്ങളോ ഇല്ലാത്ത ഒരു കടലിൽ അകപ്പെട്ടവന് എവിടെ നിന്നെങ്കിലും ഒരു വെളിച്ചമോ ഒരു മാർഗനിർദ്ദേശമോ ഒരു ദിശാബോധമോ ലഭിച്ചാൽ ഇതിലെ പോയാൽ കരയിലെ കണയും ജീവൻ രക്ഷിക്കാനാവും, വെള്ളവും അതേപോലെ തന്നെ ഭക്ഷണവും തീരും മുമ്പ് താങ്കൾക്ക് കരയോടടുക്കാൻ സാധിക്കുമെന്നൊരു മാർഗനിർദ്ദേശം ലഭിച്ചാൽ എത്രമാത്രം സന്തോഷകരമായിരിക്കും. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു ജീവൻ തിരിച്ചു കിട്ടിയ പ്രതീതി ഒരു മാർഗനിർദ്ദേശം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. യഥാർത്ഥത്തിൽ കുടുംബരംഗത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യതാണ് സഹോദരങ്ങളെ, മാർഗനിർദ്ദേശങ്ങൾ. ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപകൾ ഒരു ആയുഷ്കാലം കൊണ്ട് നമുക്ക് സമ്പാദിക്കാനായേക്കാം. പക്ഷെ അവ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉപദേശത്തിന്റെ വെളിച്ചം നമ്മുടെ കുടുംബജീവിതത്തെ തന്നെ സ്വർഗതുല്യമാക്കാൻ അല്ലെങ്കിൽ സന്തോഷകരമാക്കാൻ സഹായിക്കും.
യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുടുംബ സംഗമത്തിന് ആളുകളെ വിളിച്ചതുപോലെയുള്ള ഒരു വിളി ഈ കുടുംബ സംഗമത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞതിൽ പങ്കെടുത്തതിലേറെ ആളുകൾ പങ്കെടുത്ത പോലെയാണ് ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ ഗൗരവം മാത്രമാണ് നമ്മളെ ഇവിടെ എത്തിക്കുന്നത്. ഇത് പ്രതിനിധീകരിക്കുന്ന സംഘടനയെയോ അല്ലെങ്കിൽ ഇത് പ്രസംഗിക്കുന്ന എന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ ഉപരി ഈ വിഷയത്തിന്റെ ഗാംഭീര്യവും ഗൗരവവും നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൗൺസിലിംഗ് സെന്ററിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ് നല്ല വീട് നല്ല കുടുംബം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടിയ ചില തെളിവുടെ അടിസ്ഥാനത്തിൽ ചില ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ ഇൻഷാ അല്ലാഹ് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ അത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ തടഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചം നൽകാൻ അത് പ്രയോജനപ്പെടും എന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹു അങ്ങനെ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. ഒരു സഹോദരിയുടെ ഒരു എഴുത്താണ് ഇന്നത്തെ ക്ലാസിന്റെ ആരംഭത്തിൽ ഇവിടെ ലഭിച്ചത്. ആ എഴുത്ത് ധൃതി പിടിച്ചിട്ടാണെങ്കിലും 2-3 പേജുള്ള ആ എഴുത്ത് ഞാൻ വായിച്ചു. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള വലിയൊരു അന്വേഷണമായിരുന്നു, ഒരു പരിഹാരത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു ആ എഴുത്തിലുണ്ടായിരുന്നത്. ആ എഴുത്ത് ഉൾക്കൊള്ളുന്ന കാര്യം ആരുടെ പേരോ കാര്യങ്ങളോ പറയാതെ നിങ്ങളോട് പറയുന്നതിൽ അനൗചിത്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഒരാൾ ഇടപെടേണ്ടതുണ്ട് എന്ന് നമുക്ക് 100% ബോധ്യപ്പെടുത്തി തരുന്ന ഒരു എഴുത്താണത്. അതിലെ ചുരുക്കം ഇതാണ്: കുടുംബപരമായ ഒരു പ്രശ്നം, വലിയ കുടുംബമാണ്, ആങ്ങളമാരും അതേപോലെ തന്നെ അനുജത്തിമാരും ജ്യേഷ്ഠത്തിമാരുമുള്ള ഒരു സഹോദരി. ഇന്നവർ ഭർത്താവിന്റെ ചെറിയൊരു അസുഖം കാരണം സാമ്പത്തികമായ അല്പം പ്രയാസങ്ങളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. പക്ഷെ തന്നെ സഹായിക്കുവാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ തന്റെ വീട്ടിലുണ്ട്. പക്ഷെ നീതിപൂർവമായ രൂപത്തിൽ അനന്തരാവകാശങ്ങൾ ഭാഗിക്കാതെ തന്റെ മറ്റു ബന്ധുക്കളും മാതാവും തന്നെ യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് ആ സഹോദരിയുടെ പരാതി. ഒരുപക്ഷെ അത് സത്യമായിരിക്കാം, ന്യായമായിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാൻ പറ്റും, സ്വന്തം ഉമ്മയോട് എങ്ങനെ അവകാശം ചോദിക്കും, സ്വന്തം ആങ്ങളമാരോട് എങ്ങനെ ഈ കാര്യത്തിൽ ഒരു തർക്കത്തിനും അതേപോലെ തന്നെ ഒരു കോലാഹലത്തിനും മുതിരും. ന്യായമായ ഒരു ചോദ്യം ചോദിച്ചാൽ പോലും ആ കുടുംബത്തിലുള്ള ഭിന്നത അതോടുകൂടി ആരംഭിക്കും. അവകാശം ചോദിച്ചു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സ്വത്താണ് അവൾക്ക് പ്രധാനം, ഇങ്ങനെയുള്ള ഒരു 2-3 ചോദ്യം ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ആങ്ങളമാരിൽ നിന്ന് നേരിടുന്നതോടുകൂടെ നമ്മുടെ ജീവിതം തകരാൻ അതിലപ്പുറം വേറൊന്നും ആവശ്യമില്ല. പക്ഷെ മാന്യമായി അതിൽ ഇടപെടാൻ കഴിയുന്ന ഒരാളോട് ഈ കാര്യങ്ങൾ പറയുകയും അയാൾ ഇസ്ലാമികമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ ബന്ധുക്കൾ ബാധ്യസ്ഥരാകും, ആങ്ങളമാർ ബാധ്യസ്ഥരാകും. അങ്ങനെ പരിഹരിച്ച എത്രയോ വിഷയങ്ങളെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമികമായ ഒരു നിയമത്തിന്റെ കൃത്യമായ നിർദ്ദേശം അനന്തരാവകാശങ്ങൾക്കുണ്ട്. പക്ഷെ അത് പാലിക്കപ്പെടാതെ വരുമ്പോൾ അതിൽ മറ്റുള്ള ആളുകൾക്ക് ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. പക്ഷെ അത് തുറന്നു പറയാനും ബന്ധപ്പെടാനും പറ്റുന്ന കേന്ദ്രങ്ങൾ ഏത്? അവിടെയാണ് ഒരു പള്ളിയുടെയും അതേപോലെ തന്നെ മതത്തിന്റെയും പ്രാധാന്യം. സഹോദരങ്ങളെ, ലോകത്ത് ആർക്കും ചെലുത്താൻ കഴിയാത്ത ശക്തി മതപരമായ നിയമങ്ങൾക്ക് ചെലുത്താൻ പറ്റും. കാരണം അത് അള്ളാന്റെ നിയമമാണ്. ആര് പറഞ്ഞാൽ കേൾക്കാത്തവരും, വാപ്പ പറഞ്ഞാൽ കേൾക്കാത്തവരും, ഭരണാധികാരികൾ പറഞ്ഞാൽ കേൾക്കാത്തവരും, നിയമപാലകന്മാർ പറഞ്ഞാൽ കേൾക്കാത്തവരും ഒരുപക്ഷെ വിധേയമാകുന്ന ഒരു തത്വമാണ് ദൈവികമായ നിയമം. പടച്ചോന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തു വരും എന്ന് ഒരു ചെറിയ വിശ്വാസം ഹൃദയത്തിലുണ്ടെങ്കിൽ ഭയപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചാലും വളരെ ശക്തമായി ആർക്കും കീഴ്പ്പെടാത്ത അവസ്ഥയിൽ വന്ന ആളുകൾ വളരെ വിനയാന്വിതരായി തീരുമാനങ്ങളെ അംഗീകരിച്ച് തിരിച്ചു പോകുന്ന കാഴ്ച ഈ രംഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ മതപരമായ നിലക്കുള്ള മാർഗനിർദ്ദേശങ്ങളിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് പരിഹരിക്കാൻ പറ്റും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഏറ്റവും പെട്ടെന്ന് ഇന്നിവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു സഹോദരിയുടെ കത്തിന്റെ ഒരു ഉള്ളടക്കം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇസ്ലാമികമായ കാര്യങ്ങളെ കുറിച്ച് വിവരമുണ്ടാവുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാന്യമായ ഒരു പരിഹാരം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന കുടുംബപരമായ പ്രശ്നങ്ങളും അതിൻ്റെ ചില പരിഹാരങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മുടെ വീടിനെ കുറിച്ചാണ്
വീടിനെ കുറിച്ച് വന്ന ധാരാളക്കണക്കിന് നബി വചനങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിൽ നമ്മളുമായി പെട്ടെന്ന് ബന്ധപ്പെടുത്തി പറയണം എന്ന് തോന്നിയ ചില കാര്യങ്ങളെ വളരെ കുറഞ്ഞ വാക്കുകളിലും ഇവിടെ ക്രോഡീകരിക്കാനാണ് സഹോദരങ്ങളെ ഉദ്ദേശിക്കുന്നത്. വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വീടിനുള്ള സ്ഥാനം യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. എല്ലാ ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സംഗതിയാണത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് വീട്ടിൽ നിന്നാണ്, തിരിച്ചു വരുന്നതും ആ വീട്ടിലേക്കാണ്. പ്രതീക്ഷയോടുകൂടെ നാം ഇറങ്ങിത്തിരിക്കുന്ന സംരംഭങ്ങൾക്ക് ആദ്യമായി നമ്മളെ യാത്ര അയക്കുന്നത് നമ്മുടെ വീടാണ്. വീടെന്ന് പറഞ്ഞാൽ ചുമരുകൾ മാത്രമല്ല, ആ വീട് ഉൾക്കൊള്ളുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് ഒരുപക്ഷെ ഏറ്റവും പ്രയാസകരമായ ഒരു ലോകത്തേക്ക് നമ്മൾ പോകുന്നത്. ഒരുപക്ഷെ മാരകമായ ഒരു രോഗത്തിന് ചികിത്സിക്കാനാകാം വീട്ടുമുറ്റത്ത് വന്ന ആംബുലൻസ് നമ്മൾ കയറി പോകുന്നത്. വീട്ടിൽ നിന്നാണ് നമ്മൾ ഇറങ്ങുന്നത്. ഒരു മരണത്തിലേക്കാവാം, ഒരു പരിഹാരത്തിലേക്കാകാം, ഒരു ദുരന്തത്തിലേക്കാകാം. വീടാണ് നമ്മുടെ ഉത്ഭവസ്ഥാനം. ആ വീടുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു കർമ്മ പരിപാടികൾക്കും കരുത്ത് നൽകുന്ന അടിസ്ഥാന ഘടകം. തിരിച്ചു വരുന്നതോ ഒരുപക്ഷെ തന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച വിജയത്തോടുകൂടെയോ അല്ലെങ്കിൽ പരാജയത്തിന്റെ ഹൃദയഭാരത്തോടുകൂടെയോ നാം തിരിച്ചു വരുന്നത് അതേ പടിവാതിലുകളിലേക്കാണ്. മാത്രമല്ല, വീടുകളിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗം നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. ഒരു 70 കൊല്ലം ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എന്റെ താമസ സ്ഥലം എവിടെയാണോ അവിടെയാണ് എന്റെ ജീവിതത്തിന്റെ ബഹുഭൂരിപക്ഷം സമയവും ഞാൻ കഴിച്ചു കൂട്ടുന്നത്. രാത്രിയുടെ ഉറക്കവും പകലുള്ള ഇടവേളകളും ഇവിടെ നിന്നെങ്കിലും ഒരു അരമണിക്കൂർ ഒഴിവ് കിട്ടിയാൽ വീട്ടിലൊന്ന് വന്നു പോകാം എന്നാണല്ലോ നാം തീരുമാനിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ തൊട്ടടുത്ത് സൗകര്യമുണ്ടെങ്കിലും 10 or 50 രൂപ മുടക്കിയാലും വീട്ടിൽ നിന്നാമാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണ്. വമസാക്കിനു തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭവനങ്ങൾ, ഇഷ്ടപ്പെടുന്ന ഭവനം നമ്മുടെ മനസ്സിന്റെ സംതൃപ്തിയാണ്. ആ ഭവനം ഒരുപക്ഷെ ദൂരക്കാരനത് ഭംഗിയായി തോന്നിയില്ലായിരിക്കാം. ആ ചുരുങ്ങിയ ഇടുങ്ങിക്കിടക്കുന്ന ബെഡ്റൂമുകളിൽ മറ്റൊരുത്തിന് വിശാലത തോന്നിയില്ലായിരിക്കാം. പക്ഷേ ഈ ഭൂമിയിൽ നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭൂമി, ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം യഥാർത്ഥത്തിൽ നമ്മുടെ വീടാണ്. നാം ജീവിതത്തിൽ ഏറ്റവും കഴിച്ചു കൂട്ടുന്ന സ്ഥലം. നോക്കൂ നിങ്ങൾ, വീടിനെ കുറിച്ച്, വീടെന്ന മഹാനുഗ്രഹത്തെക്കുറിച്ച്, വീടിനുള്ള വീട്ടു സാമഗ്രികളെ ഏർപ്പെടുത്തി തന്ന അള്ളാഹു വീടെന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ. രാത്രിയെ കുറിച്ച് പറഞ്ഞ അതേ പ്രയോഗമാണ് വീടിനെ കുറിച്ച് പറഞ്ഞ്. രാത്രി എന്താണ്? രാത്രിയെ നിങ്ങൾക്ക് ശാന്തമായ വിശ്രമ സമയമാക്കിയിരിക്കുന്നത്. രാത്രി എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ പ്രയാസകരമായ ജീവിതത്തിലും ക്ഷീണത്തിലും പ്രതിസന്ധിയിലും രാത്രി ഒന്ന് ഉറങ്ങിയാൽ, രാത്രിയുടെ ഇരുട്ടിൽ പ്രകാശമണഞ്ഞ് ഒന്ന് വിശ്രമിച്ചാൽ എന്തൊരു സുഖം കിട്ടും നമ്മുടെ മനസ്സിക്ക്. ആ രാത്രിയുടെ ഉറക്ക് അല്ലെങ്കിൽ രാത്രി ഏതുപോലെ മനുഷ്യ ജീവിതത്തിന് വിശ്രമവും സമാധാനവും നൽകുന്നുവോ അതുപോലെ മനുഷ്യന്റെ മനസ്സിന്റെ അടക്കവും ഒതുക്കവും എല്ലാം സമർപ്പിക്കുന്ന വിശ്രമത്തിന്റെ സ്ഥാനം, വിശ്രമത്തിന്റെ വേളയാണ് രാത്രി, വിശ്രമത്തിന്റെ സ്ഥാനമാണ് വീടുകൾ. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, അല്ലാഹു നിങ്ങളുടെ വീടുകളെ നിങ്ങൾക്ക് വിശ്രമ താവളങ്ങളാക്കിയിരിക്കുന്നു, വിശ്രമ കേന്ദ്രം, എല്ലാ അർത്ഥത്തിലുമുള്ള വിശ്രമം. സഹോദരങ്ങളെ, വിശ്രമങ്ങളില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ജീവിതത്തിൽ നാം വിശ്രമിക്കുന്നില്ല. വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്രമം എന്ന് പറഞ്ഞാൽ യഥാർത്ഥം നമുക്കറിയാത്തൊരു കാര്യം. ഒരു ഞായറാഴ്ച വെറുതെ വീട്ടിൽ പാട്ടും കേട്ട് ടിവിയും കണ്ടിരിക്കലാണോ വിശ്രമം? വിശ്രമത്തിന്റെ അർത്ഥം മാറിയിരിക്കുന്നതല്ല. ഒരു 40 കിലോമീറ്റർ നടക്കുക. ഒരു പണിയില്ലാത്ത ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ഒരു 40 കിലോമീറ്റർ നടക്കുക. 40 കിലോമീറ്റർ നടന്നു വന്നിട്ട് ആ 40 കിലോമീറ്റർ എവിടെ അവസാനിക്കുന്നുവോ അവിടെയുള്ള ഒരു തിണ്ണയിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പാറയിൽ ഒന്ന് കയറി നോക്കൂ നിങ്ങൾ. അതാണ് ശരിക്കും ലിഷർ. ഒരു വിശ്രമം എന്ന് പറഞ്ഞാൽ അതാണ്. അധ്വാനത്തോടനുബന്ധിച്ച് ലഭിക്കുന്നതാണ് വിശ്രമം. ഈ വിശ്രമം ശരീരത്തിന് മാത്രമല്ല ആവശ്യം. ശരീരത്തിന്റെ വിശ്രമം ഒരുപക്ഷെ നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും. ശരീരത്തിന് വിശ്രമിക്കണമെങ്കിൽ മനസ്സിന്റെ സപ്പോർട്ട് വേണം. രാത്രി ഉറങ്ങുന്നു, ഭീകര സ്വപ്നം കണ്ടാണ് ഉറങ്ങുന്നത്, ഞെട്ടി ഉണർന്നാണ് ഉറങ്ങുന്നത്, തിരിഞ്ഞും മറിഞ്ഞും കിടന്നാണ് ഉറങ്ങുന്നത്. കാരണം ഉറങ്ങാൻ നമ്മെ സഹായിക്കുന്നത് സ്വസ്ഥമായൊരു മനസ്സാണ്. സ്വസ്ഥമായൊരു മനസ്സുണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റൂ. സ്വസ്ഥമായൊരു മനസ്സുണ്ടെങ്കിലേ നമ്മുടെ വീട് നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. നമ്മുടെ മടിയിൽ ഓടി വന്ന് കയറുന്ന കുട്ടിയെ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. പടിവാതിൽക്കൽ പുഞ്ചിരിയോടെ കാത്തു നിൽക്കുന്ന ഭാര്യയെ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. എന്ത് നല്ലൊരു സമാധാനമുള്ള മനസ്സാണ് നമുക്ക് ആവശ്യം. സഹോദരങ്ങളെ, ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങൾക്കും നമ്മുടെ മനസ്സുകൾക്കും നൽകുന്നിടത്ത് വീടുകൾക്ക് വലിയ പങ്കുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോയാൽ എന്താ ഉണ്ടാകരുത്? ജീവിതം വെറുതെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ വീട് എന്ന് പറഞ്ഞാൽ എന്താണ്? വീട് നന്നാവാൻ ചെയ്യാം. വീട് നന്നാവാൻ റോട്ടിൽ നിന്ന് ഏറ്റവും തിരക്ക് പിടിച്ച നാഷണൽ ഹൈവേയിലേക്ക് ഗേറ്റ് തുറക്കുന്ന വീടാണ് നല്ല വീടെന്ന് പറയുന്നവരുണ്ട്.
നാഷണൽ ഹൈവേയുടെ ഏറ്റവും തൊട്ടടുത്ത്. ഗേറ്റ് തുറന്നാൽ നേരെ റോട്ടിലേക്ക് ഇറങ്ങാം. ഏത് ലോകത്തേക്കുമുള്ള ബസ് അവിടെ നിന്ന് കയറാം. അതാണോ സഹോദരങ്ങളെ സൗകര്യം എന്ന് പറഞ്ഞാൽ? വീട്ടിലിന്റെ സൗകര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കുന്നു. വെള്ളമുണ്ട്, വാഹന സൗകര്യമുണ്ട്, താഴെയും മുകളിലും വിശാലമായ ബെഡ്റൂമുകളുണ്ട്. ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് വീടെങ്കിലും വിശ്രമം നമുക്ക് നൽകുന്ന ഭവനങ്ങളാകാൻ അവക്ക് സാധിക്കുമോ? നാം ഗൗരവത്തോടെ ചിന്തിക്കണം. അതിന് പരിഹാരമായി പലരും കാണുന്ന സ്ഥാനം നോക്കി വീട് വെക്കുക. സ്ഥാനം നോക്കുക, നല്ല സ്ഥാനം. നാട്ടിലുള്ള പഴയ കണക്ക് നോക്കരെയും ജ്യോത്സ്യന്മാരെയും കണ്ട് സ്ഥാനം നിർണയിച്ചാൽ അങ്ങനെ ഒരു സ്ഥാനമുണ്ടോ? അള്ളാഹു തരുന്നതിനെ തടുക്കാൻ ആരുമില്ല, തരാത്തിന് വാങ്ങിത്തരാൻ ആരുമില്ല. അതുകൊണ്ട് പ്രത്യേകമായൊരു ഭൂമിയില്ല, സ്ഥലമല്ല. ഖൈറും ഷർറും തീരുമാനിക്കുന്നത് അള്ളയാണ്. അതല്ല സഹോദരങ്ങളെ. ചില ആളുകൾ അത് മാത്രം വിചാരിച്ച് ഞങ്ങളെ വീട്ടിലൊരു സുഖമല്ല, കാരണം അതുണ്ടാക്കിയ അന്ന് ഞങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഇത് പറഞ്ഞ് ഈ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം അസ്വസ്ഥരായി മരിക്കുവോളം ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പനി വന്നാൽ ഉടനെ പറയും എന്തോ ചെറിയ പ്രശ്നമുണ്ട്, അത് അന്ന് ഞങ്ങൾ നോക്കിയില്ല എന്ന് പറയും. സഹോദരങ്ങളെ, അങ്ങനെ ഒന്നില്ല. അതല്ല നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നം. വീടിന്റെ സ്ഥാനം നോക്കാത്തതല്ല പ്രശ്നം. പ്രശ്നത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. പിന്നെന്താണ് സ്ഥാനം നോക്കണം. ഏതാണ് ആ സ്ഥാനം നോക്കേണ്ടത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം നോക്കിയ ഒരു സ്ഥാനമുണ്ട്. എന്താണ് ആ സ്ഥാനം? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. റബ്ബേ, ഞാൻ എന്റെ കുട്ടികളെ കൊടുന്ന് പാർപ്പിച്ചിരിക്കുകയാണ് നിന്റെ കാബന്റെ അടുക്കൽ. അവിടെ എന്താ ഉള്ളത്? അവിടെ വെള്ളമില്ല, ഒരു സൗകര്യമില്ല. വീട് വെച്ചത് എവിടെയെന്ന് അറിയങ്ങള്? വീട് വെച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്ക് സമീപത്താണ് വീട് വെച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വെച്ചത് എവിടെയാണ്? മദീന പള്ളിയുടെ ഓരത്താണ് പ്രവാചകൻ തിരുമേനി താമസിച്ചത്. ഞാൻ പറഞ്ഞ പള്ളിന്റെ അടുത്ത് താമസിക്കാന്നുള്ളതല്ല, തന്റെ ജീവിതത്തിൽ തനിക്ക് ശരിക്കൊന്ന് പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ മാനസികമായി വിശ്രമിക്കാനും തന്റെ മക്കൾക്ക് ഒരു മതപരമായ സാഹചര്യം സൃഷ്ടിക്കാനും പറ്റിയ സ്ഥലത്താണ് അവർ വീട് വെച്ചത്. ഞാൻ പറഞ്ഞ എന്ത് സൗകര്യങ്ങളില്ലെങ്കിലും ഒരു ഭക്തിയോടുകൂടെയും തഖ്വയോടുകൂടെയും നമുക്ക് ജീവിക്കുവാനുള്ള ഒരു ദീനി സാഹചര്യം നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുട്ടികൾക്ക് പഠിക്കാൻ ഒരു മദ്രസ ഇല്ല, അതേപോലെ ഇസ്ലാമികമായ ഒരു ഉത്ബോധനം കേൾക്കാനുള്ള അവസരം നമുക്കില്ല. ഇങ്ങനെ യാതൊരു വിധത്തിലും നമ്മുടെ മനസ്സിൽ ഒരു നല്ല വിശ്വാസത്തെയോ ഒരു സമാധാനത്തെയോ കടത്തിവിടാനുള്ള ഒരു സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് വെറും റോഡും വെള്ളവും മാത്രം നോക്കി വീട് വെച്ച ആളുകൾ കുറച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അറിയും അതിന്റെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കുറിച്ച്. അപ്പൊ സ്ഥാനം നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദീനിയായ നിലക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ്. സ്വന്തം നാട്ടിൽ നിന്ന് താമസം മാറ്റി വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ എന്താ സന്തോഷം? സ്വന്തം വീട്ടിലും നാട്ടിലും കുടുംബങ്ങൾക്കിടയിൽ ജീവിക്കുന്നതിനേക്കാളും സന്തോഷം എന്താന്ന് ചോദിച്ചാൽ, എത്രയോ കാലത്തിന്റെ ഒരു ആഗ്രഹമാണ് 5 നേരത്തെ നിസ്കാരത്തിന് പള്ളിയിൽ പോകാൻ പറ്റിയ ഒരു സാഹചര്യം. കുട്ടികളോട് സമയമാകുമ്പോൾ മക്കളെ പള്ളിയിലേക്ക് പോയിക്കോളി എന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥലം. അന്യനാട്ടിൽ ഒരു പരിചയമില്ലാത്ത തനിക്ക് തന്നെ മാത്രം പരിചയമുള്ള ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്ന ആൾ സംതൃപ്തനായത് അതുകൊണ്ടാണ്. അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങൾ. മനസ്സിടുങ്ങുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒരു വെളിച്ചം മനസ്സിലേക്ക് കിട്ടാവുന്ന ഒരു നല്ല സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വീടുണ്ടാക്കി സമാധാനം കളഞ്ഞ ആൾക്കാരുണ്ട്. എങ്ങനെ അറിയങ്ങൾ? കണക്കില്ലാത്ത പണം ലോൺ എടുത്തും മറ്റുള്ള പല രൂപത്തിലും പണം ഉണ്ടാക്കിയിട്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റാതെ അതിന്റെ ലോണും കടവും വീട്ടി അവസാനം കുറെ കാലം താമസിച്ച് വീടും വിറ്റൊഴിവായി പോയ ആളുകളുണ്ട്. ഹലാലായ കട്ടകളെ കൊണ്ട് മൺതരികളെ കൊണ്ട് വീടുകൾ ഉയർത്തുക, ഉള്ള കഴിവിനനുസരിച്ച് സംതൃപ്തകരമായൊരു ജീവിതം. വലിയ സ്വപ്നങ്ങൾ ഭാര്യയ്ക്കുണ്ടാകും, പക്ഷെ അത്ര വലിയൊരു പ്ലാൻ വരക്കാനുള്ള അവസ്ഥ ഭർത്താവിനുണ്ടാവില്ല. ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച ഭൗതിക സൗകര്യങ്ങളിൽ സംതൃപ്തിപ്പെടുക. അതിലുപരി നല്ല ഒരു മതപരമായ ജീവിത സാഹചര്യമാണ് നമ്മുടെ വീടുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെയുള്ള ഒരു ലളിതമായ ഒരു വീടിനെ കുറിച്ചുള്ള സങ്കല്പം, അതിന് ദീനിയായ ഒരു ജീവിതാവസ്ഥ അതിപ്പോ കൊടുത്താൽ മതി. നമ്മുടെ വീട് വരണ്ട് കിടക്കാണ്, വെള്ളമില്ലാതെയല്ല, വിശാലതയില്ലാതെയല്ല, ദീനിന്റെ ഉത്ബോധനങ്ങളില്ലാതെ വരണ്ട് കിടക്കുന്ന നമ്മുടെ വീടുകളിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ പുതിയൊരു ഉണർവ്, പുതിയൊരു ചൈതന്യം, പുതിയൊരു പുനർജന്മം നമ്മുടെ വീടുകൾക്ക് ലഭിക്കും. അതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം. ഞാനിത് വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു മതപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും ചെറിയൊരു പരിശോധനയ്ക്ക് വേണ്ടി ഞാൻ പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഹദീസ്, പ്രാർത്ഥന അല്ല ഹദീസിൽ അധികം പഠിപ്പിക്കുന്നത്. അതിലേറ്റവും നന്നായി പഠിപ്പിക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ,
അതില് വീട്ടിൽ നിന്ന് പോണ സമയത്ത് മൻകാല ഇദാ ഖറജ മിൻ ബൈതിഹി, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ സമയത്ത് ഒരാൾ പറയുകയാണെങ്കിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിറങ്ങണം. അള്ളാഹുവിനെ കഴിവുള്ളൂ, അള്ളാഹുവിനെ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങണം എന്നാണ്. ആ പ്രാർത്ഥന പഠിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. ആ സമയത്ത് അങ്ങനെ അവൻ പറയുമ്പോൾ പിന്നെ യുക്കാലു ലഹു, അവനോട് പറയപ്പെടും കുഫീത്താവ വുഖീത്താവ ഹുദീത്ത, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നീ സുരക്ഷിതനായിരിക്കുന്നു, നീ ശരിയായ മാർഗം നിനക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവനോട് പറയപ്പെടും. മാത്രല്ല പിന്നെ പിശാച് അവനിൽ നിന്നും മാറി നിൽക്കുന്നതാണ്. ഫയഖൂലു ശൈത്താനുൻ ആഖർ, വേറെ ഒരു പിശാച് പറയും എന്ത്, കൈഫ ലക ബിറജുലിൻ, ഈ പിശാചിനോട് പറയും, അവനെ പഴപ്പിക്കാൻ നിൽക്കുന്ന പിശാചിനോട് പറയും, കൈഫ ലക ബിറജുലിൻ, ഈ ഒരു മനുഷ്യനെ കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? നിനക്കൊന്നും അവനെ ചെയ്യാൻ പറ്റൂല. എന്താണ് കാരണം? അവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കത് ഹുദിയാവ കുഫിയാവ ഉക്കിയ, അവൻ എല്ലാ സംരക്ഷണവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, ഇറങ്ങിപ്പോകുമ്പോഴുള്ള അള്ളാഹുവിന്റെ സ്മരണയോടുകൂടെ ഇറങ്ങിപ്പോകുമ്പോൾ പിശാച്ച് മാറി നിൽക്കുന്നതാണ്. മനുഷ്യ ജീവിതത്തിൽ അവന്റെ സമാധാനം തകർക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് പിശാചിനുണ്ട്. 3 പെൺകുട്ടികളെ നിനക്ക്, നീ എന്താ ചെയ്യാ? ഇടക്കിടക്ക് ചോദിക്കാണ് ശൈത്താൻ. എന്താ ആശങ്കപ്പെടാൻ? ചെറിയ ആശങ്കകൾ ഉണ്ടാക്കുക. ഇന്നൊക്കെ നല്ല സാമ്പത്തിക അവസ്ഥയാണ്. എന്തേലും പെട്ടെന്ന് സംഭവിച്ചാൽ ആകെ നീ എന്ത് ചെയ്യും? അപകടത്തിലായി പോകും. നീ കണ്ട് മരിച്ചാൽ നിന്റെ കുട്ടികളും ഭാര്യ എന്താ ചെയ്യുക? 100 കണക്കിന് ചോദ്യം നമ്മുടെ മനസ്സിൽ ചോദിച്ച് അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖർ, നമ്മുടെ ദാരിദ്ര്യത്തെ കുറിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. എപ്പോഴും ഉണ്ട് പിശാച്. ഏതു സന്ദർഭത്തിലും മനുഷ്യനിൽ അസ്വസ്ഥതയും അസമാധാനവും സൃഷ്ടിക്കും. ഈ നോക്കൂ നിങ്ങൾ, ആ പിശാച് മാറി നിൽക്കുന്നതാണ് വീട്ടിൽ നിന്ന് അള്ളാഹനെ സ്മരിച്ചിറങ്ങിയാൽ. പിന്നെ അവന്റെ കാര്യങ്ങളിലും ക്രയവിക്രയങ്ങളിലൊന്നും പിശാചിന്റെ ഉപദ്രവങ്ങൾ അവനുണ്ടാവില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറയും. നോക്കൂ നിങ്ങൾ, ഒരാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് പ്രവേശിച്ചതെങ്കിൽ ലാ മബീതലക്കും വലാ അശാ, അവന് പറയുന്നതാണ്, നിങ്ങൾക്ക് ഇവിടെ എന്തില്ല, രാത്രി ഭക്ഷണമില്ല, താമസമില്ല എന്ന്. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവൻ പ്രവേശിച്ചാൽ, സ്മരിക്കാതെയാണ് ഫലം യദ്കുരില്ലാഹ തആല ഇൻദ ദുഖൂലിഹി, അവൻ വരുമ്പോ അള്ളാഹിനെ സ്മരിക്കാതെയാണ് വീട്ടിലേക്ക് വന്നതെങ്കിൽ എത്ര ചെറിയ കാര്യം. നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. വീട്ടിക്ക് കയറി വരുന്ന സമയത്ത് ഇതൊക്കെ അറിവും വിവരവുമുള്ള ആളുകൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കാനും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയോടെ പുറത്തു പോകാനും ശ്രമിക്കാറുണ്ട്. എന്നിട്ട് വന്നിട്ട് പറയാണ് അദ്റക്തുമുൽ മബീത്, എന്ത്, അള്ളാഹുവിനെ സ്മരിക്കാതെ വീട്ടിൽ കയറി വാതിലടച്ചവനോട് പറയാണെന്ത്, അദ്റക്തുമുൽ മബീത്, അതേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന പിശാച് ശൈത്താനോട് പറയും, നിങ്ങൾക്ക് ഇവിടെ മബീത്ത് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അശാഹ് രാത്രി ഭക്ഷണവും ഉണ്ട് എന്ന് പറയുന്നതാണ്. മുസ്ലിമിന്റെ ഹദീസാണ്. അപ്പോൾ പിശാചിന്റെ വീടുകളിൽ നിന്ന് പ്രവേശനങ്ങൾ നിഷിദ്ധമാക്കാം. സൂറത്തുൽ ബഖറന്റെ വിശദീകരണങ്ങൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. എന്ത്, ബഖറ ഓതപ്പെടുന്ന വീടുകളിൽ നിന്നും പിശാചുക്കൾ മാറി നിൽക്കണം. ഖുർആൻ പാരായണം, നിങ്ങൾ വീടുകളെ കബറുകളാക്കരുത്, അവിടെ പാരായണം ചെയ്യണം എന്നാണ്. ഇതൊക്കെ നമ്മുടെ വീടിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും നന്മക്കും ഏറ്റവും പ്രയോജനപ്രദമായ കാര്യങ്ങളാണ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങളായി നമുക്കുണ്ട്. സഹോദരങ്ങളെ, ഈ നിർദ്ദേശങ്ങളെ പാലിച്ചും വീട്ടിൽ ഒരു ദീനിയായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വരുന്നതോടുകൂടെ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം നമുക്ക് വരും. ഞാനിത് ആമുഖമായി ആ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. വീട് എന്ന് പറയുമ്പോഴേക്കിനും അതിനൊരു തായറില്ലാത്താണ്, ഒരു വർക്കേരിയ ഇല്ലാത്താണ് അതിന്റെ പ്രശ്നം എന്നതിലേക്ക് ഭൗതികമായി നമ്മൾ ചെന്നെത്താതെ ഒരു മതപരമായ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കുന്നതോടുകൂടെ നല്ലൊരു സമാധാന അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ വരും എന്നതാണ് ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. ഒരു വീട് എന്ന് പറയുമ്പോൾ അതിന്റെ 3 വശങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്നാമത്തത്, വീട് എന്നുള്ളത് ഒരു മഹത്തായ സ്ഥാപനമാണ്. സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരേപോലെ കഴിവുള്ള ആളുകളല്ല. നമ്മളിൽ വളരെ സാമർഥ്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ 10 കുട്ടികളും ഒരു വലിയ കുടുംബത്തിന്റെ നാഥൻ അക്ഷരാഭ്യാസമോ അല്ലെങ്കിൽ ഭൗതികമായ വിവരങ്ങളോ ഒന്നുമില്ലാത്ത ആളായിരിക്കും. ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം നൽകാൻ യാതൊരു വിധത്തിലും പ്രാപ്തിയുള്ള ആളായിരിക്കില്ല. ഒരു ഭരണാധികാരിയാണ് വീടിന്റെ ഉടമസ്ഥൻ എന്നല്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ. നമ്മുടെ ഭരണരംഗത്ത് ഒരു കുടുംബത്തിന്റെ ഭരണ നിയന്ത്രണങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ പാളിച്ചകൾ എന്തു വലിയ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ സൃഷ്ടിക്കാൻ നിരങ്ങൾ. ഇതിനെപ്പറ്റി നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി ബോധവാന്മാരാകേണ്ട ആളുകൾ. ഒരു കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ പിന്നെ അഹമ്മദ് ഷൗക്കി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പദ്യത്തിൽ പറഞ്ഞ വരികൾ വളരെ പ്രസക്തമായ കാര്യമാണ്. അനാഥനായ കുട്ടി എന്ന് പറഞ്ഞാൽ വാപ്പ മരിച്ചുപോയ ആളല്ല. വാപ്പ മരിച്ചുപോയ ആളല്ല അനാഥൻ. പിന്നെ ആരാണ്? അബൻ മഷൂല, എപ്പോഴും ശുഗലിലായ ജോലിയിലായ
കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത, വീടിനെ ശ്രദ്ധിക്കാത്ത ഒരു പിതാവ് ആർക്കുണ്ടോ അവനൊരു പിതാവായി ഉണ്ടെങ്കിലും ആ കുട്ടികൾ അനാഥരാണെന്നാണ്. കുടുംബകാര്യങ്ങളും വീട്ടുകാര്യങ്ങളിലും യാതൊരു ശ്രദ്ധയും ചെലുത്താത്തൊരവസ്ഥ. ഇത് വളരെ ഗൗരവപൂർവമാണ് ഇതിനെ കാണുന്നത്. കാരണം വീട്ടിൽ നല്ല ഒരു നേതൃത്വവും നല്ല ഒരു നിയന്ത്രണവും നമ്മൾ ഏറ്റെടുക്കുന്ന വേണം സഹോദരങ്ങളെ. വീട്ടിലത്തെ കാര്യം നടന്നു പോയാൽ പോരാ, വീട്ടിലത്തെ കാര്യങ്ങൾ നടന്നു പോയാൽ പോരാ, അത് വളരെ ഉത്തരവാദിത്വത്തോടെ നമുക്ക് മേൽനോട്ടം വഹിക്കാൻ കഴിയണം. ഒരു പുരുഷൻ ഇടപെടേണ്ട കാര്യത്തിൽ പുരുഷൻ തന്നെ ഇടപെടണം. അർറിജാലു ഖവ്വാമൂന അല നിസാ എന്ന് അള്ളാഹു പറഞ്ഞത് ആ വീട്ടിന്റെ നിയന്ത്രണത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭർത്താവിന് വീട്ടിലെ കാരണവർക്കന്നെ വീട്ടുടമസ്ഥൻ തന്നെയാണ്. വറജുലു റാഇൻ ഫീ അഹ്ലിഹി വഹുവ മസ്ഊലുൻ അൻ റഅയ്യതിഹി. വീട്ടിലുള്ള കാര്യങ്ങളിലെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ഉടമസ്ഥൻ ആരെന്നെയാണ്? ആ വീട്ടിലെ പുരുഷൻ തന്നെയാകുന്നു. തന്റെ വീട്ടിലുള്ള ഓരോരുത്തരെ കുറിച്ചും എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് വന്നു ചേർന്ന എന്റെ വീട്ടിൽ എന്റെ മക്കൾക്കോ കുടുംബത്തിനോ വീടിനോ വന്ന ഏതൊരു പ്രശ്നത്തിലും ഒരു ഉത്തരവാദിത്വം പരലോകത്ത് ഞാൻ വഹിക്കേണ്ടി വരുമെന്നാണ്. ഇതിന്റെ പ്രായോഗികമായ ഒരു കാര്യം മനസ്സിലാക്കാൻ ഒരു സുഹൃത്തിൽ നിന്നും ഒരു കുടുംബ പ്രശ്നത്തിൽ കേട്ട ഒരു അനുഭവം ഞാൻ ഇവിടെ പറയുകയാണ്. ഒരു പുരുഷൻ ഇടപെടേണ്ടത് ഇടപെട്ടില്ലെങ്കിലുള്ള പ്രശ്നം. ഒരു സുഹൃത്തിന്റെ വിവാഹമാണ്. വാപ്പ ഒരു നിലക്കും അതിൽ ഇടപെടുന്നില്ല. ഇടപെടുന്നത് ആരാണ്? ഉമ്മ ഇടപെടുന്നു, അമ്മാവന്മാരിടപെടുന്നു, എല്ലാവരും ഇടപെടുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള വിവരമുള്ള പിതാവ് നിഷ്ക്രിയനാണ്. അയാളെ കുറിച്ച് അയാളുടെ ഭാര്യയും മകനും പറയുന്നത് എന്താന്ന് വിചാരിച്ചാൽ മുപ്പർക്ക് വീട്ടിൽ നിൽക്കണ തന്നെ താല്പര്യമില്ല. മുപ്പര് ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, പുറത്തെവിടെങ്കിലും താമസിക്കുന്നതാണ് താല്പര്യം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങൾ. അയാൾ അങ്ങനെയാണ്. ആരെയും ആരുടെയും ഒരു ശല്യമില്ലാതെ, കുടുംബ പ്രശ്നങ്ങൾ തന്റെ ഭാരമായി വരാതെ, എവിടെന്നെങ്കിലും ഭക്ഷണം കഴിച്ചൊന്നു രാത്രി ഉറങ്ങി സ്വസ്ഥവും ഏകാന്തവുമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരാൾ. അയാൾ പിന്നെന്തിന് വിവാഹം കഴിച്ചു? എന്തിനീ മക്കളെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവന്നു? ഗൗരവപരമാണ് സഹോദരങ്ങൾ. ഇടപെടാൻ സമയം സമ്പാദിച്ചിട്ടെന്ത് കാര്യം? രാവും പകലും സമ്പാദിച്ചിട്ടെന്ത് കാര്യം? തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ എന്ത് സംഭവിച്ചോ? നിങ്ങൾ കല്യാണം നടക്കുന്ന അന്വേഷണങ്ങൾ നടന്ന് ആ ചെറുക്കന് നല്ലൊരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും അന്വേഷണങ്ങൾ പൂർത്തിയായി. പക്ഷെ ഇവിടെ തീരുമാനം പറയാൻ ഒരാൾ വേണം. ആരാണ് ആ തീരുമാനം പറയേണ്ട ആള്? വീട്ടുടമസ്ഥൻ, വീട്ടുനാഥൻ. അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ അഭിപ്രായ വ്യത്യാസം? അവൻ പറയുന്നു എനിക്ക് ആ കുട്ടിനെ കല്യാണം കഴിച്ചാൽ മതി. കാണാൻ പോയ ബാക്കിയുള്ള പങ്കന്മാരും ബന്ധപ്പെട്ടവരും പറയുന്നത് ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സഹോദരങ്ങൾ, അത് പറയാത്ത ഒരു 5-8 സ്ത്രീകൾ കാണാൻ വേണ്ടി പോയാൽ അവർക്ക് ഇഷ്ടപ്പെട്ടോളുന്നുണ്ടോ? ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ട്? മുറ്റത്തിന് ചുറ്റുമതിലില്ലാത്തതാണോ? മുറ്റത്തിന് ചുറ്റുമതിലും ഗേറ്റും ഇല്ലാത്തതാണോ ഇഷ്ടപ്പെടാത്തത്? കാരണം അന്വേഷിക്കണം. കാരണങ്ങളൊന്നും പറയാനില്ല. കുട്ടിന്റെ തകരാറുകളാണോ? കുട്ടിക്ക് എന്തെങ്കിലും രോഗങ്ങളോ അസുഖങ്ങളോ ഉണ്ടോ? ബുദ്ധിമുട്ട്, അധാർമികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. നമുക്കൊരൊറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടില്ല. അതാ പറയാം. ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് നിൽക്കുന്ന ഇനിയൊരു പെൺകുട്ടിയെ കാണാൻ ഞാനില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരൻ, വിവാഹം നടത്തിക്കൂടെന്ന് വാശി പിടിക്കുന്ന പെങ്ങന്മാരും ആളുകളും എന്ത് ചെയ്യും? തീരുമാനം പറയേണ്ടവർ എവിടെയാണ്? വീട്ടിന്റെ നായകൻ, വീട്ടിന്റെ രാജാവ്, ഭരണാധികാരി, നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നവൻ, കുടുംബത്തിന്റെ കാര്യത്തിൽ പങ്കെടുക്കേണ്ടവൻ. അയാൾ നിഷ്ക്രിയനായി നിൽക്കുകയാണ്. അയാളൊന്നും പറഞ്ഞില്ല. അവസാനം പെണ്ണുങ്ങൾ തീരുമാനിച്ചു കൊടുത്ത കാര്യം എന്താ തീരുമാനിച്ചത്? ആ കല്യാണം വേണ്ട, നമുക്ക് ഇഷ്ടപ്പെടാത്ത വേണ്ട. പെൺകുട്ടികൾ എത്ര ഉണ്ട് എന്നാണ്. എന്ത് സംഭവിച്ചോ? നിങ്ങൾ കല്യാണം വേറെ നടന്നെങ്കിലും മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് വന്നു. നല്ല ചെറുപ്പക്കാരൻ, അവനെപ്പോഴും അവന്റെ മനസ്സിൽ പുതിയ വിവാഹം കഴിച്ചിട്ടും പഴയ വിവാഹത്തെ മറക്കാൻ പറ്റുന്നില്ല. അവന്റെ മാനസികമായ അവസ്ഥയെ തിരിച്ചു കിട്ടാൻ എത്ര ഉപദേശങ്ങളും എത്ര ശ്രമങ്ങളും നടത്തിയിട്ടും സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു കുട്ടിയുടെ, ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും ശക്തമായ തന്റെ ജീവിതം തന്നെ വഴിതിരിയാണ് ഒരു മാനസികാഘാതം. ഇടപെടേണ്ടോലെ ഇടപെടാത്തതുകൊണ്ട്. സഹോദരങ്ങൾ, ഇത് നമ്മുടെ കുട്ടികളെ എത്ര ബാധിക്കുന്ന രംഗങ്ങൾ. ഇപ്പൊ നമ്മളൊക്കെ മക്കളായി വളർന്നവരല്ലേ? നമ്മളൊക്കെ വാപ്പാരെ കുറിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ സംസാരിക്കും? നമ്മളെ വാപ്പനെ പറ്റി, നമ്മളോട് വാപ്പ സ്വീകരിച്ച നിലപാടുകളും സമീപനങ്ങളും ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം പിതാവ് എന്ന നിലക്ക് നമ്മൾ കാത്തു സൂക്ഷിച്ചു വരുന്ന ആരോടും പറയാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ എന്തായാലും പ്രതികൂലമായ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടാവുന്നു. ഇന്ന് എനിക്ക് എഴുതി തന്ന ഈ എഴുത്തിൽ ആ സഹോദരി പറയുന്നത്, ഉമ്മയെ കാണുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വെറുപ്പാണെന്നാണ്. ഉമ്മനെ കാണുമ്പോൾ എനിക്ക് വെറുപ്പാണ്. നയസമീപനങ്ങളിൽ വരുന്ന കാര്യം, നമ്മൾ ബാധ്യതയ്ക്ക് വേണ്ടി നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കും. എത്ര വലിയ പ്രതികരണങ്ങൾ മാതാപിതാക്കളിൽ നിന്നുണ്ടായാലും അവരോടൊരു മുഖം ചുളിച്ച് നോക്കാൻ പോലുള്ള അധികാരം നമുക്കില്ല. അങ്ങനെ ഒരു ന്യായം നമുക്കില്ല. മാതാപിതാക്കളോടുള്ള കടമ ഞാൻ പറയാറുള്ളത് പോലെ ഗർഭം ചുമന്നു എന്നത് മാത്രം മതി എൻ്റെ ഉമ്മയോടുള്ള എൻ്റെ കടപ്പാട് വരാൻ. ഹമലത്തുഹു വഹ്നൻ അലാ വഹ്ൻ, അത് മാത്രം മതി. ശേഷമുള്ളതൊന്നും നോക്കണ്ട. അതുകൊണ്ട് ഇങ്ങോട്ട് എങ്ങനെ പ്രതികരിച്ചാലും
അങ്ങോട്ടേക്ക് ഗുണകരമായി പ്രതികരിക്കാനേ നമുക്ക് അവകാശമുള്ളത്. അള്ളാന്റെ വിധിയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. പക്ഷേ ഇങ്ങനത്തെ ഒരു മാനസികമായ വെറുപ്പ്, ഒരു പീഡനം നമ്മുടെ സമീപനം കൊണ്ട് നമ്മുടെ കുട്ടികൾ അനുഭവിച്ചു. അവർക്കൊരു പക്ഷെ ഒരു പെൻസിലായിരിക്കും പ്രശ്നം. അത് നൽകേണ്ടവനും വാങ്ങേണ്ടവനും വാപ്പയാണ്. സമയത്തില്ലാത്തത് കൊണ്ടോ ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ടോ കുട്ടി ഉണർന്ന സമയത്തില്ലാത്തത് കൊണ്ടോ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാത്തത് കൊണ്ടോ ഒരുപക്ഷെ ആ ഒരു പെൻസിലിന്റെ കാര്യം കൊണ്ട് മാത്രം കണ്ണു നിറഞ്ഞായിരിക്കണം ആ കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിച്ചു കൂട്ടിയത്. അത് 10 പൈസയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. രാത്രി ഒന്ന് ഉറങ്ങുമ്പോൾ ഒരു ചെറിയ അസൗകര്യം ഒരുപക്ഷെ ആ കുട്ടിയെ ഒന്ന് അന്വേഷിക്കാത്തതിന് വേണ്ടി മനസ്സിൽ വേദന ഉണ്ടാവും. അറിയാതെ തന്നെ സംഭവിക്കുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതായാലും. അതുകൊണ്ട് സഹോദരങ്ങളെ, വീടിന്റെ ഏതു രംഗത്തും ഒരു പിതാവ് എന്ന നിലക്ക്, ഭരണാധികാരി എന്ന നിലക്ക് നമുക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്. എല്ലാം അന്വേഷിച്ചും പഠിച്ചും നമ്മൾ ചെയ്യണം. ആദ്യങ്ങൾ ചെയ്യേണ്ട പോയങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എത്ര കൊല്ലം ജീവിച്ച ദമ്പതികളാണെങ്കിലും നിങ്ങളുടെ ഭാര്യയോടൊന്ന് ചോദിക്കൂ, നിനക്ക് എന്തേലും എന്നോട് പറയാൻ, എന്ത് പറഞ്ഞാലും എനിക്ക് എന്നോട് യാതൊരു പ്രശ്നമില്ല, അതൊന്ന് പറഞ്ഞോ. നമ്മുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളിൽ, എന്റെ സമീപനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് പറയാം. ഒരവസരം കൊടുത്തു നോക്ക്. നിങ്ങൾ അതിന് കൗൺസിലർ വേണ്ട, ഒന്നാമത്തെ കൗൺസിലർ നിങ്ങൾ. അവർ പറയും ഏത് ഓരോ ദിവസത്തെ പ്രശ്നങ്ങളല്ല ചോദിക്കുന്നത്. ഒരു പിതാവെന്നൊരു ഭർത്താവ് നിലക്ക് ഞാനും നീയും തമ്മിലുള്ള ജീവിതത്തിൽ നമ്മുടെ കുടുംബകാര്യങ്ങളിൽ എന്നെ കുറിച്ചുള്ള നിനക്കുള്ള പരാതികൾ തുറന്നു പറയാമെന്ന് പറഞ്ഞാൽ അവർക്ക് പറയേണ്ടാവും. പറയും അതൊന്ന് കേട്ടുക്കിങ്ങൾ, ഒന്ന് കേൾക്കി. അതേപോലെ നമ്മുടെ മക്കൾക്കുണ്ടാവും. നിങ്ങളുടെ കുട്ടിയെ ഒറ്റയ്ക്ക് വിളിച്ച് ചോദിക്കൂ, എന്താ മോളെ സ്കൂളത്തെ കാര്യം, എന്തൊക്കെ ഉണ്ട്, എന്താണ് അതിന്റെ അവസ്ഥകൾ, എന്തൊക്കെയാണ്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്ന് തുറന്നു ചോദിച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് പറയാനുണ്ടാവും മനസ്സ് നിറച്ച്. സഹോദരങ്ങളെ, നിങ്ങൾ ഭരണാധികാരിയാണ്. എല്ലാ പരാതികളും മനസ്സ് തുറന്ന് സ്വീകരിക്കേണ്ട കുടുംബനാഥനാണ്. ഇതിന് അവസരം സൃഷ്ടിച്ചില്ലെങ്കിൽ വലിയ പൊട്ടലുകളും ചീറ്റലുകളും ഉണ്ടാവും. നമ്മുടെ കുട്ടികളെ നമുക്ക് കൈവിട്ടു പോകും. സ്നേഹത്തിന് വേണ്ടി അവർ അവിഹിതമായ ലോകത്തേക്ക് പോകും. പരിഗണനകൾക്ക് വേണ്ടി അവർ അവിഹിതമായ ലോകത്തേക്ക് പോകും. അവർ പഠനത്തെയും ജീവിതത്തെയും വലിച്ചെറിഞ്ഞ് പുതിയ ലോകങ്ങളെ തേടും. ഇത് ഗൗരവമാണ്. ഇത് വെറുതെ ഒരു കുടുംബജീവിതം പറയാൻ വേണ്ടി പറയല്ല. ഒരു കുടുംബനാഥന നിലക്കുള്ള ഉത്തരവാദിത്ത ബോധം നിർവഹിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്ന്, ഒരു ഭരണകർത്താവാണെന്നുള്ള പൂർണ്ണമായ ബോധം നമുക്ക് വേണം. എല്ലാ കാര്യങ്ങളിലും ആ നിലക്കുള്ള ഒരു ഉത്തരവാദിത്ത ബോധം നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൂടിയാലോചന. നമ്മൾ കൂടിയാലോചിക്കണം. എന്തുകൊണ്ട് നമുക്ക് ചോദിച്ചുകൂടാ? ഒരു വീട്ടിലൊരു സന്തോഷം വരണം. നാളെ ഒരു പുതിയ ഒരു സദ്യ ഉണ്ടാക്കണം നമ്മൾ വിചാരിക്കണം. ഏത് നമ്മൾ അറിയാതെ പോയി അത് വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്താൽ അവർക്കൊരു വലിയ സന്തോഷം ഉണ്ടാകും. പക്ഷെ അതൊരു ആഹ്ലാദത്തിന്റെ സമയമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ചെറിയ കുട്ടികളോട് പോലും ഒരു അഭിപ്രായം, നാളെ ഞായറാഴ്ചയല്ലേ, വാപ്പിയും വീട്ടിലുണ്ടാവും, നമുക്ക് നാളെ ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ടെന്ന് തലേന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തെ കാത്തു കിടക്കും അവർ. ഒരു ചെറിയ ചർച്ച പോലും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. അവളോട് എന്തിനാ ഞാൻ പറയണം, കുട്ടികളോട് എന്താ, കുട്ടികൾക്ക് എന്താ അഭിപ്രായം പറയാൻ പറ്റാം, അങ്ങനെ പറയാം. ശൂറ, ഒരു കൂടിയാലോചന വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട. നിങ്ങളൊരു ഭരണാധികാരിയാണോ, നിങ്ങളുടെ വീട്ടിന്റെ ഭരണകാര്യങ്ങളിൽ അവിടുത്തെ മെമ്പർമാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ അനുവാദങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ചോദിക്കാം. തീരുമാനമെടുക്കുന്നത് നമ്മളാണെങ്കിലും ആ ഒരു കൂടിയാലോചന നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നിങ്ങളുടെ ഭാര്യയ്ക്ക് പറയാനുണ്ടാകുന്ന ഒരു കംപ്ലൈന്റ്, ഒന്നും ഞാൻ അറിയില്ല, ഒന്നും ഞാൻ ചോദിക്കൂല. ഞാൻ കഴിഞ്ഞ സംസാരത്തിന് പറഞ്ഞൊരു കാര്യമാണ്, ആ വീട്ടിന്റെ ഭരണകാര്യങ്ങളിൽ പരസ്പരം അന്വേഷിച്ചുകൊണ്ടും അതേപോലെ തന്നെ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ടും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കുടുംബനാഥനിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്തതാണ് നിങ്ങൾ പ്രത്യേകം നിങ്ങളെ മനസ്സിൽ നോട്ട് ചെയ്യണം. വിമർശനം, എപ്പോഴും വിമർശനം. ആ വീട്ടിലേക്ക് വരാൻ കുട്ടിക്ക് പറ്റൂല. ഏത് സ്കൂൾക്ക് പോണ സമയത്തും ചീത്ത, തിരിച്ചു വരുമ്പോഴും ചീത്ത, കയറി വന്നാൽ ഭാര്യയോട് കയറിക്ക. ഇങ്ങനത്തെ ഒരു വീട്ടിൽ എങ്ങനെ ജീവിക്കും? നേരത്തെ പറഞ്ഞ സെക്കൻഡ് എവിടെ? നമുക്ക് പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നങ്ങളുടെ പ്രതികാരം നമ്മുടെ കോപമായി, ദേഷ്യമായി പരിണമിക്കുക. പലപ്പോഴും വീട്ടിലെ അതിഥികളും വിരുന്നുകാരും വന്ന സമയത്ത് പോലും ഭാര്യമാരോട് വളരെ കയർത്ത് സംസാരിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, വിമർശനങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? ഞാനും നിങ്ങളും ആരെങ്കിലും വിമർശനങ്ങൾ ഇഷ്ടപ്പെടും? എപ്പോഴും കുറ്റപ്പെടുത്തൽ. മക്കൾക്ക് വാപ്പ വീട്ടിലില്ലാതിരുന്നാൽ മതി എന്ന് വിചാരിക്കണം. അതേപോലെ തന്നെ അയാൾ കുറച്ച് വൈകി വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നൊരവസ്ഥ. ഞാൻ പറഞ്ഞ വിമർശനങ്ങൾ നമ്മൾ അറിയാതെയാണ്, നമുക്കറിയില്ല നമ്മളങ്ങനെ വിമർശിക്കുന്ന ഒരാളാണെന്ന്. ചെറിയ പ്രശ്നങ്ങൾ വൈകുമ്പോഴേക്കും, ഒന്ന് വസ്ത്രം കിട്ടാൻ വൈകിയാൽ, ഭക്ഷണം കിട്ടാൻ വൈകിയാൽ, അതൊക്കെ എന്താ പറയുക, പറയേണ്ട സമയമുണ്ട്. എങ്ങനെയാണ് അത്? ആ സമയത്തല്ല പറയണത്, ആ പ്രശ്നത്തിൽ ഇരിക്കുന്ന സമയത്തല്ല പറയണത്. അതൊരു നല്ല സമയത്ത് വിളിച്ചുപദേശിക്കൂ. നിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊന്ന് പരിഹരിക്കണം, എന്താ അതിന് തടസ്സം, എന്താണെന്നൊക്കെ കുറിച്ച് നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണങ്ങളൊക്കെ റെഡിയായാൽ എന്താണ്, അതിനെന്താണ് ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കാനും പറയാനും പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ നിലക്കുള്ള ഒരു അന്വേഷണം, അത് അനാവശ്യമായ വിമർശനം ഒഴിവാക്കണം. നിങ്ങൾ എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും
നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്നേഹം നൽകാൻ നിങ്ങളല്ലാതെ ഒരു ഭർത്താവിന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ പിഞ്ചോമന പൈതങ്ങൾക്ക് സ്നേഹം നൽകാൻ നിങ്ങളല്ലാതെ ഒരു പിതാവില്ല. അതുകൊണ്ട് ആ കുട്ടികൾക്ക് നമ്മളെത്തി കിട്ടണത്. കുട്ടികളെ എപ്പോഴും ഒരു അധികാരത്തിലിരുന്ന് വിമർശിച്ചാൽ മാത്രമേ നമ്മൾ കുടുംബത്തിനൊരു നാഥനാവൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതേപോലെ തന്നെ ഭാര്യയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ നമ്മുടെ അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ അങ്ങനത്തെ സ്വാതന്ത്ര്യം, വിമർശനങ്ങളില്ലാതിരിക്കുക, കാര്യങ്ങൾ കൂടിയാലോചന നടത്തുക, എല്ലാം തുറന്നു പറയാനുള്ള ഒരു മനസ്സോടുകൂടെ നിങ്ങൾ വീട്ടിലെ മക്കളുടെയും അതേപോലെ തന്നെ ഭാര്യയുടെയും പരാതികൾ കേൾക്കാൻ തയ്യാറാകുക. അവർക്കതിലുള്ള സ്വകാര്യമായ സന്ദർഭങ്ങൾ കൊടുക്കുക. ഞാൻ ഇത്ര പറയുമ്പോഴേക്കും ബാക്കി ഈ ഉത്ബുദ്ധമായ സദസ്സിൽ വായിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നമ്മുടെ വീട് നല്ല ഒരു വീടാവാൻ, നമ്മുടെ കുടുംബം നല്ലൊരു കുടുംബമാകാൻ ഭാര്യമാർക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ സഹോദരിമാരാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഭാര്യമാർക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഈ പറഞ്ഞ അതേ ഹദീസിലാണ് പ്രവാചകൻ പറയുന്നത്, വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വ വലദിഹി. കുട്ടിയാളെയും ഭർത്താവിന്റെ കാര്യം നിൽക്കുന്നതും വീട്ടിന്റെ ഭരണാധികാരിയാണ് സ്ത്രീ എന്നുള്ളതാണ്. ഇതും വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, എനിക്ക് ഈ രംഗത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് എന്ത് പങ്കുണ്ടോ അത് നിർവഹിക്കാതിരിക്കലാണ് യഥാർത്ഥത്തിൽ ആധുനിക ജീവിതത്തിന്റെ ഭാഗം. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു വീട്ടിലെ സ്ത്രീ എന്ത് വീട്ടിൽ ചെയ്യണോ അത് ചെയ്യാതിരിക്കുന്നവളാണ് ഏറ്റവും കാലത്തെ ഉൾക്കൊണ്ട, നാടിനെ ഉൾക്കൊണ്ട സ്ത്രീ അവളാണെന്നാണ്. ഈ ഒരു സംസ്കാരം മാറ്റി നമ്മൾ ഗൗരവത്തോടെ കാണണം. വീട്ടിൽ ജോലി ഉണ്ടോ എന്ന് ചോദിക്കണം. ഓരോ സ്ത്രീയോടും ആൾക്കാർ ചോദിക്കണം, ജോലി ഉണ്ടോ? ജോലി ഇല്ലേന്ന്. ഒരു ജോലി ഇല്ലാതിരിക്കുക. വീട്ടില് 2-3 കുട്ടികളും ഒരു ഭർത്താവും വീടുള്ള ഒരു സ്ത്രീക്ക് ജോലി ഇല്ലേ? ജോലിയുണ്ട്. ആ വീട്ടിലത്തെ ജോലികൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്ത്രീ പുറത്ത് ജോലിക്ക് പോകണോ പോകണ്ടേ എന്നുള്ളതല്ല നമ്മളെ പ്രശ്നം. ഞാൻ പറഞ്ഞ ഒരു സ്ത്രീ ഏറ്റവും അധികം സമയം വീട്ടിലുണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും അധികം സമയം നമ്മുടെ ഭാര്യമാർ ഏറ്റവും അധികം സമയം നമ്മുടെ വീട്ടിൽ കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മുടെ സഹോദരിമാർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ പറഞ്ഞ ജോലി ഉള്ളവരായാലും അല്ലാത്തവരാണെങ്കിലും ഒരല്പസമയം കിട്ടിയാൽ പുറത്തുകൂടി ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടാക്കി അങ്ങാടി പോവുക. ഇതിനേക്കാളൊക്കെ ഉപരി എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കടമ വീട്ടിലുണ്ടാവുക എന്നുള്ളത്. ഒരു സ്ത്രീ വീട്ടിലില്ലാത്തതിൻ്റെ അഭാവം എത്രമാത്രം ആ വീടിനെ ബാധിക്കുന്നുള്ളത് ഈ സദസ്സിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. 2-4 ദിവസം അസുഖമായി കിടന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു പോണ പോലെയല്ല. വീട്ടിൽ നമ്മൾ ആ ഒരു യാത്ര പോയി ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെയല്ല. നമ്മൾ വീട്ടിലുണ്ടായിരിക്കുക, നമ്മൾ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഭാര്യ ഒന്ന് കിടപ്പിലായ ഒരു 4 ദിവസത്തെ പ്രശ്നങ്ങൾ ആലോചിക്കും നിങ്ങൾ. ഏതെല്ലാം രംഗം, ആ വീട്ടിൻ്റെ വൃത്തി, ശുചിത്വം, അവിടുത്തെ കുട്ടികളുടെ പ്രശ്നം എല്ലാം പ്രശ്നമായി തീരും. ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ മക്കൾക്കും ഭർത്താക്കന്മാർക്കും കിട്ടാത്ത സ്ത്രീകളുണ്ടല്ലോ, അവർ ആ ഭർത്താക്കന്മാരിലും മക്കളിലും ഉണ്ടാക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഒരു കുട്ടിക്ക് കിട്ടുന്ന മുലകുടി മുതൽ ഏറ്റവും അവസാനത്തെ രോഗപരിചരണങ്ങൾ വരെ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർക്ക് എനിക്ക് പറയാനുള്ളത്, ഒരു വീട്ടിൽ നിങ്ങൾക്കൊരു കടമ ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത്, വീട്ടിലെ സമ്പാദ്യത്തിന്റെ കാര്യത്തിലോ ഭക്ഷണത്തിന്റെ കാര്യത്തിലോ ഒരു പരിധി വരെ ഭർത്താവിനെ സഹായിക്കുന്നതിന് തെറ്റില്ല. ഞാൻ പറഞ്ഞൊരു സ്ത്രീക്ക് വരുമാനം വിചാരിക്കാം, ആ വരുമാനം അവളുടേതാണ്. എൻ്റെ ഭാര്യ ഒരു ജോലിക്കാരത്തിയാണെങ്കിൽ അവൾക്ക് കിട്ടുന്ന വരുമാനം അവളുടേതാണ്. എനിക്ക് സ്വതക്ക തരാം, അവൾക്ക് കടം തരാം, അവളുടെ അധികാരമാണ് ആ പണം. അവൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ പൊതുവെ സ്ത്രീകൾ അതിനു വേണ്ടി പറയാറുള്ള ഒരു ന്യായം, ഒരു സുരക്ഷിതത്വം. എപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് പണം ചോദിക്കുമ്പോൾ എൻ്റെ അടുക്കൽ ഇപ്പോൾ കുറച്ച് പണം കുറവാണെന്ന് പറഞ്ഞാൽ ചില ഭാര്യമാർ പ്രതികരിക്കും, എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഈ ഇടങ്ങേറില്ലല്ലോ. നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ ചോദിച്ചു. സഹോദരങ്ങളെ, ആ ചോദ്യത്തിലൊരു സന്തോഷമുണ്ട്, ആ വാങ്ങലിലൊരു സന്തോഷമുണ്ട്. അത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ പറഞ്ഞത്, ആരെയും ആശ്രയിക്കാതെ, എൻ്റെ മക്കളെ അവലംബിക്കാതെ, ഭർത്താവിനെ അവലംബിക്കാതെ എനിക്കൊരു സ്വതന്ത്രയാകണം എന്ന ബോധം നന്മയാണെന്ന് വിചാരിക്കും നിങ്ങൾ. ആ കീഴ്പ്പെടൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സന്തോഷം തന്നെ. അതുകൊണ്ട് എന്താ, ഒരു സ്ത്രീ ഏറ്റവും അധികം സമയം വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയ്യത്തിലാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അരാജകത്വത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഖുർആൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണത്. വഖർന ഫീ ബുയൂത്തികുന്ന എന്നാണ്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ അവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ എത്ര കുട്ടികളാണ് നിങ്ങൾ ചെറുപ്പത്തിൽ
ഉമ്മമാരിന്ന് സ്നേഹം ലഭിക്കാതെ, പരിചരണം ലഭിക്കാതെ, വേലക്കാരുടെ സംസ്കാരവും സ്വഭാവവും സ്വീകരിച്ച് വളരേണ്ടി വന്നത്. ആ മാറ തൊട്ടിച്ചേർന്ന് മുല കുടിച്ച് ആ കുട്ടിക്ക് വിശക്കുമ്പോൾ ആ വിശപ്പിനെ കുറിച്ച് കുട്ടി ചോദിക്കുമ്പോൾ ഭക്ഷണവുമായി എത്തുന്ന ഒരു ഉമ്മയും കുട്ടിയും തമ്മിലുണ്ടാകുന്ന മാനസിക ബന്ധം എത്ര വലുതാണ്, എത്ര വലുതാണ്. ആ കുട്ടി വീട്ടിൽ കിടക്കുന്ന സമയത്ത് ആ കുട്ടിക്കൊരു ചെറിയ വിഷമം വരുമ്പോഴേക്കും ഓടി വരുന്ന ഉമ്മ, ആ സ്നേഹബന്ധം എത്ര വലുതാണ്. ആ കാലത്ത് ആ കുട്ടിക്ക് ഉമ്മനെ കിട്ടുന്നില്ല. ഒരു വിശ്രമ സമയത്ത് വീട്ടിലേക്ക് വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം തരാനോ തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ ഭാര്യയ്ക്ക് സമയമില്ല, സൗകര്യമില്ല. ഞാൻ പറഞ്ഞ കഴിയുന്നതും വീടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവളായിരിക്കുക ഭാര്യ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ട ഗുണങ്ങൾ എന്താണ്? അത് വിശാലമായൊരു വിഷയമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യയുടെ കടമകൾ വിശദീകരിക്കുമ്പോൾ പറയേണ്ട കാര്യമാണ്. പക്ഷെ ഒരു വീട്ടിൽ ഒരു സ്ത്രീ എന്ന നിലക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യത്തിൽ എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസ്തരാവുക എന്നുള്ളതാണ്. വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ ആ വീടിൻ്റെ കഥ കഴിഞ്ഞു. ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയിലുള്ള വിശ്വാസ്യത, ഭാര്യയ്ക്ക് ഭർത്താവിലുള്ള വിശ്വാസ്യത, ഇത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പെരുമാറ്റ ദൂഷ്യങ്ങൾ മതി. ഞാൻ പറഞ്ഞ വളരെ സൂക്ഷ്മതാബോധം, അത് വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിലാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സ്വകാര്യ ജീവിതത്തിൽ താൻ ഒറ്റയ്ക്ക് വീട്ടിലാകുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലുള്ള സൂക്ഷ്മത, ശ്രദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ മൊബൈൽ ഫോണുകളും അതേപോലെ തന്നെ വഴി വാണിഭ്യ കച്ചവടക്കാരും ഇവരൊക്കെ വീടുകളിൽ നിർലോഭമായി വന്നുകൊണ്ടിരിക്കാൻ. നമ്മുടെ വീടുകൾ എത്ര സുരക്ഷിത സ്ഥാനങ്ങളാണെങ്കിലും ഉണ്ട്. അയൽവാസികൾ, അതേപോലെ തന്നെ വീട്ടിൽ വരുന്ന ജോലിക്കാർ, അതേപോലെ തന്നെ യാത്രാവേളകൾ, ഇവിടെയൊക്കെ എന്താ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് നൽകേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വിശ്വാസക്കുറവ് കാണിച്ചാൽ, നിങ്ങൾ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്നവരും തീ കൊടുത്തവരും ഒക്കെ പത്രത്തിൽ നമ്മൾ വായിക്കണം. എന്താ നിങ്ങൾ ചാരിത്രത്തിൽ എന്തെങ്കിലും സംശയം വന്നാൽ സംഗതി ജീവിതമാകെ താളം തെറ്റും. അതൊരു ഗൗരവപരമായ സംഗതിയാണ്. ഞാൻ പറഞ്ഞത് വളരെ സൂക്ഷ്മത. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വസ്ത്രധാരണം, അതേപോലെ തന്നെ സംസാരം, പെരുമാറ്റം, ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞ വീട്ടിൽ ഒരു കാലത്തും തൻ്റെ ഭർത്താവ് കാണാത്ത സൗന്ദര്യത്തിൽ അവളെ അങ്ങാടിയിൽ വെച്ച് കാണുമ്പോഴൊരു അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഒരിക്കലും അയാൾക്ക് അങ്ങനെ കാണാനൊരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരവസ്ഥ, അച്ചടക്കമില്ലാത്ത ജീവിത രീതി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര സംസാരിച്ച് പരിഹരിച്ചാലും വിശ്വാസത്തിന്, എനിക്ക് ഒരാളെ ഒരു ദിവസം സഞ്ചരിച്ചാൽ അയാളുടെ വിശ്വാസത നമുക്ക് മനസ്സിലാവും. ജീവിതകാലം മുഴുവൻ പെരുമാറുമ്പോൾ ആ വിശ്വാസത, ഭർത്താവിൻ്റെ വിശ്വാസത ഭാര്യയെ ബോധ്യപ്പെടുത്തണം, ഭാര്യൻ്റെ വിശ്വാസത ഭർത്താവിനെയും ബോധ്യപ്പെടുത്തണം എന്നാണ്. അല്ലാ യൂത്തിന ഫുർഷക്കും മയ്യക്രഹൂന, അവര് ഭർത്താവ് വെറുക്കുന്ന ഒരാൾക്ക് ആ വീട്ടിൽ കയറാൻ അനുവാദം കൊടുക്കാൻ പാടില്ല എന്നാണ്. എത്ര ഗൗരവപ്പെട്ട കാര്യമാണ്, എത്ര ഗൗരവപരമായ കാര്യമാണ്. അതായത് ഭർത്താവ് ആ വീട്ടിൽ എപ്പോഴെങ്കിലും വന്നാൽ, അവിചാരിതമായി വന്നാൽ, അയാൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാഴ്ച അവളുടെ അനുവാദത്തോടുകൂടി അവിടെ സംഭവിച്ചുകൂടാന്നാണ് ഞാൻ പറഞ്ഞു. ഈ അവസരങ്ങളെ എൻ്റെ സഹോദരിമാർ വളരെ ഗൗരവപരമായി സത്യം. പരിധികൾ നമ്മൾ ലംഘിക്കുമ്പോൾ ജീവിതത്തിൽ എന്തും സംഭവിക്കാം. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഭാര്യമാരിൽ നിന്ന് അവിശ്വസനീയമായ വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. നിങ്ങൾ വീട്ടിൽ ഒറ്റക്കാവുക എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും കുട്ടികളൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റക്കായിരിക്കും. ഫോൺ ഉണ്ടാവും കയ്യിൽ, മറ്റ് സൗകര്യങ്ങളുണ്ടാവും. എവിടെയെങ്കിലും പാളിപ്പോയി വിശ്വാസം നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മക്കൾ അനാഥരാകും, നിങ്ങളുടെ ജീവിതം തകരും, പ്രയാസകരമായ അന്തരീക്ഷം ഉണ്ടാവും. അതുകൊണ്ട് വിശ്വസ്തയായ ഒരു സ്ത്രീയെയാണ് എൻ്റെ വീടിൻ്റെ കാവൽക്കാരിയായി ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ സഹോദരിമാർ വേഷത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആ വിശ്വസ്തതയെ പാലിക്കണം എന്നാണ് എനിക്കൊന്ന് പറയാനുള്ളത്. പിന്നെന്താന്ന് വിചാരിച്ചാൽ, നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ കൊടുക്കണം. അതായത് ഭർത്താവിന് നൽകേണ്ടത്, മക്കൾക്ക് നൽകേണ്ടത് നിങ്ങൾ നൽകണം. അതെന്താണ് സഹോദരിമാരെ? നമ്മൾ യഥാർത്ഥത്തിൽ വീട്ടിൽ നമ്മളൊരു വേലക്കാരാണോ, ജീവിതത്തിൽ വിശ്രമമില്ലാത്തവരാണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ കുട്ടികൾ, നമ്മെ ആശ്രയിക്കുന്ന നമ്മുടെ ഭർത്താവ്, അവരുടെ കാര്യങ്ങളെ പരിഗണിച്ചും മനസ്സിലാക്കിയും അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ സന്തോഷവും ആഹ്ലാദവും യഥാർത്ഥത്തിൽ വരുന്നതാണ്. അങ്ങനെ വീട് വൃത്തിയായിരിക്കാൻ, അങ്ങനെ വീട്ടിൽ എന്തൊക്കെ ഒരു സ്ത്രീ ചെയ്യേണ്ട കടമകളുണ്ടോ അതൊക്കെ വളരെ കൃത്യമായും വൃത്തിയോടെയും നിർവഹിക്കാൻ കഴിയണമെന്നാണ്. ആ പരിഗണനകൾ വലുതാണ്. നമ്മുടെ ഒരു ഗുരുനാഥൻ കുടുംബജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയാറുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ രാവിലെ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ അയാൾ പറയാണ്, എൻ്റെ വസ്ത്രങ്ങൾ അവൾ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം വന്നാൽ ഞാൻ ധരിക്കുന്നത് ഏതാണ്? എൻ്റെ അടിവസ്ത്രങ്ങളായിരിക്കും.
അതുപോലും ക്രമീകരിച്ചു വെക്കാൻ അവൾ വിട്ടുപോകാറില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി അറിഞ്ഞും പരിഗണിച്ചും പരിപാലിക്കുന്ന ഒരു സ്ത്രീ ഓരോ ദിവസവും ആ കുടുംബത്തിലെ ബന്ധത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ അവരിൽ നിന്ന് പരിരക്ഷ നൽകുന്ന മക്കൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ആത്മവിശ്വാസമുള്ളവരും മനക്കരുത്തുകളുള്ളവരും ഉന്മേഷമുള്ളവരുമായിരിക്കും. അത്തരം വീടുകളിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങുന്ന കുട്ടികൾ ഉന്മേഷവാന്മാരായി സന്തോഷത്തോടെ ഇറങ്ങിപ്പോകും. കുട്ടിനെ കുളിപ്പിക്കാൻ നേരമില്ല, ഒന്ന് പല്ലേക്കാൻ പറഞ്ഞു കൊടുക്കാൻ സമയമില്ല, കുട്ടിക്ക് പുറപ്പെടാനുള്ള സമയമായോ എന്ന് അന്വേഷിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കുട്ടിയും ആ പഴയ യൂണിഫോമും ആ ഇഴുങ്ങിയ ബാഗൊക്കെ എടുത്ത് കുട്ടി പോകും. ആ കുട്ടിയും മറ്റു കുട്ടികളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്ത്രീകൾക്കല്ലാതെ മറ്റാർക്കാണ്? അവളുടെ അശ്രദ്ധ, സാധാരണ ഉണരേണ്ടതിൽ നിന്ന് 1 മണിക്കൂർ വൈകി ഉണർന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം 1 മണിക്കൂർ നഷ്ടപ്പെട്ടിരിക്കും. അതിന്റെ ദുരന്തം നിങ്ങളുടെ മക്കൾ അനുഭവിക്കും, നിങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കും. അതിനർത്ഥം നിങ്ങൾ വേലക്കാരാണ്, ദാസിമാരാണെന്നോ അല്ല. നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കണം നിങ്ങളല്ല, അതാരാണ് സഹോദരങ്ങളെ? അങ്ങനെ സംരക്ഷിക്കണം. ഞാനിത് പറയല്ല, ഒരു മാതാവിന്റെ വേദന ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. അവർക്ക് മക്കളുണ്ട്, പക്ഷെ ആരും കൂടെയില്ല. ഞാൻ ചിന്തിച്ചു, പെൺമക്കൾ ഉണ്ടായിട്ടും ഒരു തുള്ളി വെള്ളം കിട്ടാൻ 3 മണിക്കൂർ ചോദിച്ചെങ്കിലേ അവർ കിടക്കുന്ന കട്ടിലേക്ക് വെള്ളം വരൂ. അങ്ങനെയുള്ള അകന്ന ബന്ധുക്കളാണ് ആ വീട്ടിൽ അവരെ പരിചരിക്കുന്നത്. അത്ര ബന്ധമേ ആ വീട്ടിൽ നിന്ന് അവർക്ക് പെൺമക്കളുണ്ട്. അവരെ സ്നേഹിക്കാനും ലാളിക്കാനും പറ്റിയവരൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കാത്തത്? ഞാൻ മനസ്സിലാക്കുന്നു, ഒരു ഉമ്മയാണെന്ന നിലക്കുള്ള ഒരു മാനസിക ബന്ധം ഉണ്ടാക്കി തീർക്കാനുള്ള അവസരം ഉമ്മക്കും മക്കൾക്കും ലഭിച്ചില്ല. ഇത് ഗൗരവപരമായ സംഗതിയാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് നിങ്ങളൊരു നല്ല മാതാവായാൽ അതിന്റെ ഗുണം, അതിന്റെ മാറ്റം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുട്ടികളിലും നിങ്ങളുടെ ഭർത്താവിലും എല്ലാം പ്രതികരിക്കും. അപ്പോൾ വിശ്വാസ്യതയുള്ള ഒരു കുടുംബിനിയാകാൻ, കടമകൾ നിർവഹിക്കുന്ന ഒരു സഹോദരിയാകാൻ നിങ്ങൾക്ക് കഴിയണമെന്നാണ് സഹോദരങ്ങൾ. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആ ഭരണകൂടത്തിലെ ഭരണാധിപനാണ് ഭർത്താവ്. അതേപോലെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു മന്ത്രി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃത്വം സ്ത്രീക്കാണുള്ളത്. അവളുടെ ഉദാസീനത, അലംഭാവം ആ കുടുംബത്തെയും കുട്ടികളെയും ബാധിക്കും. അതേപോലെ തന്നെ ഇനി നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ മറ്റൊരു വശമാണ് സഹോദരങ്ങളെ. നമ്മുടെ വീട്ടിൽ ഓരോരുത്തർക്കും വീട്ടിൽ പാലിക്കേണ്ട ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അത് പാലിക്കണം എന്നല്ല, ഇത് പിന്നെ ഭർത്താവ് പാലിക്കേണ്ട, ഭാര്യ പാലിക്കേണ്ട, കുട്ടികൾ പാലിക്കേണ്ട ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അത് നമ്മൾ പാലിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ചെറിയ തകരാറുകൾ വരാതിരിക്കാൻ നിസ്സാരമായ കാര്യങ്ങൾ പോലും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. വിശാലമായൊരു വിഷയമാണ്. ഒരു കുടുംബത്തിൽ ഇസ്ലാമികമായ ഒരു ഭരണ സംവിധാനത്തെ നമ്മൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. ഒന്നും തരങ്ങളും ഈ രഹസ്യങ്ങൾ എപ്പോഴും ചുഴിഞ്ഞറിയാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്താൻ പാടില്ല. എൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയാൻ എൻ്റെ ഭാര്യ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഭർത്താവിൻ്റെ അവളുടെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയാൻ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കാം. എന്തായാലും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റുകളുടെ ഒരു കൂമ്പാരാണ്. പലതും പലപ്പോഴും സംഭവിക്കാം. പക്ഷെ അതൊക്കെ നമ്മൾ അറിയാതിരിക്കുക, നമ്മുടെ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഒരു ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ നിങ്ങൾ, കാന യക്റഹു അൻ യഅതിയ റജുലു അഹ്ലഹു തുറൂഖൻ. അതായത് ഒരു അവിചാരിതമായ ഒരു സമയത്ത് വന്ന് ഒരാള് തൻ്റെ വീട്ടിൽ വാതിൽ മുട്ടുക എന്നുള്ളതിനെ നബി വേർത്തിരുന്നു. തൻ്റെ വീട്ടിലേക്ക് വരിക, ഞാൻ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ 5:30 കോളേജ് വിട്ടു വരുന്ന എൻ്റെ ഭാര്യയ്ക്ക് അറിയാം, അത് അറിയിച്ചു വരേണ്ട ആവശ്യമില്ല. ഒരു യാത്ര ഞാൻ പോയി, ഒരു 5 ദിവസത്തെ യാത്ര കഴിഞ്ഞേ വരുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു പോയത്. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങാണ്. രാത്രി 12 മണിക്ക് വന്ന് വീട്ടിൽ വിളിക്കാൻ വിടുകയാണ്. മുൻകൂട്ടി വിവരം കൊടുക്കണം. എന്തിനാണത്? അതിൻ്റെ വിശദീകരണത്തിലും ഇതിന് സമാനമായി വന്ന ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. തരും എന്തെങ്കിലും നമ്മൾ കാണാൻ പറ്റാത്ത വല്ലതും നമുക്ക് കാണേണ്ടി വന്നാൽ ഏതു തരത്തിലായിരുന്നാലും അതോടുകൂടെ ആ ജീവിതം മുഴുവൻ തകർന്നു പോകുന്നില്ല. അതുകൊണ്ടൊരു മുന്നറിയിപ്പ്. നോക്കൂ നിങ്ങൾ, എത്ര സൂക്ഷ്മത. സ്വന്തം വീട്ടിലേക്ക് വരാനാണ് നമ്മൾ മുൻകൂട്ടി അറിയിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ രഹസ്യങ്ങൾ ചുഴിഞ്ഞ് അന്വേഷിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിക്കാനും ഒന്നും, ചില ആളുകൾ അവിടെ സാമ്പത്തികമായിട്ട് അവൾ വല്ലതും എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ ആക്കുന്നുണ്ടോ എങ്ങനെ ആക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പല പരീക്ഷണങ്ങളൊക്കെ നടത്തിയാൽ ആ പരീക്ഷണങ്ങളെ കൊണ്ടൊക്കെ തെളിയിക്കപ്പെട്ടാൽ അതൊക്കെ നമുക്ക് ദോഷം ഉണ്ടാവുക. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണയോടുകൂടെ എന്ത് കാര്യങ്ങൾ. അതേപോലെ തന്നെ രഹസ്യം സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ പറ്റിയൊരു പരാതി നമ്മളോട് പറയുന്നത് കേട്ടാൽ ആ ബന്ധത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ സംശയം വന്നില്ലേ? കാരണം ജീവിതത്തിൽ അത്രയും ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഒരു പരിഹാരത്തിന് വേണ്ടിയല്ലാതെ സ്വന്തം ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയോ കുറിച്ച് അയൽവക്കത്തോ മറ്റോടത്തോ പോയി പറയാം. സ്വന്തം ജീവിതത്തിലെ പരമരഹസ്യമായ ലൈംഗിക ജീവിതങ്ങളെക്കുറിച്ച് പോലും പറയുന്നത് ഇസ്ലാം ശക്തമായി വിലക്കിയിട്ടുണ്ട്.
അത് വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ്. ഇന്നമിൻ അശർറിൻ നാസി മൻസിലതൻ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്തുള്ളവൻ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ യൗമുൽ ഖിയാമ, ഖിയാമത്തു നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി അർറജുൽ യഫ്ലി ഇലൽ മർഅ വതഫ്ലി ഇലൈഹി സുമ്മ യൻശുറു സിർറഹ. ഭാര്യയും ഭർത്താവും തങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയാ, എന്നിട്ടത് പിന്നെന്ത് ചെയ്യുക, അത് പരസ്യപ്പെടുത്തുക. അത് മറ്റാരോടെങ്കിലും പറയാന്ന് പറഞ്ഞാൽ വളരെ ഗൗരവപരമായി. ഇതൊക്കെ ഞാൻ പെരുമാറ്റച്ചട്ടാണ്. വീട്ടിൽ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട കാര്യം. അന്യോന്യം പരസ്പരം ചുഴിഞ്ഞന്വേഷിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുക, രഹസ്യമായ കാര്യങ്ങളെ പരസ്യമായി പുറത്ത് പറയാതിരിക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു വിവരം നമ്മുടെ വളരെ സീക്രസി പുറത്തുനിന്നേറ്റേ ഭർത്താവ് കേട്ടാൽ അല്ലെങ്കിൽ ഭാര്യ കേട്ടാൽ ആ ബന്ധം കഴിഞ്ഞില്ലേ. ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തറിയാൻ പറ്റാത്തൊരു കാര്യം നമ്മുടെ ഭാര്യ നിന്ന് വേറൊരാൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് നിന്ന് വേറൊരാൾ അറിഞ്ഞാൽ അവിടെ സമാപിച്ചു, സംഗതി നിസ്സാരമായിരിക്കും. പക്ഷെ അത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ആ സ്വകാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്ത് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ്. രഹസ്യങ്ങൾ പുറത്തു പറയുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, വീട്ടിൽ നമുക്ക് വേണ്ട അനുസരണം. അനുസരിക്കാതെ പറ്റൂല. ഭർത്താവിനെ ഭാര്യ അനുസരിക്കണം, വാപ്പനെയും ഉമ്മനെയും കുട്ടികളെ അനുസരിക്കണം. ഈ അനുസരണശീലം പ്രധാനപ്പെട്ടാണ്. എന്തു പറഞ്ഞാലും ഒരു പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവിടെ എന്താ കാര്യമുള്ളത്? ഒരു ഭരണാധിപൻ എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു വാപ്പയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അനുസരിക്കുക എന്നുള്ളത്. ഇന്നമത്വാഫിൽ മാറൂഫ്, നന്മകൾ അനുസരിക്കുക, തെറ്റായ കാര്യങ്ങളിൽ അനുസരിക്കേണ്ട കാര്യമല്ല. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവിനെതിരായി ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ഇസ്ലാമികമായ നിയമങ്ങളിൽ പരസ്പരമുള്ള അനുസരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, കടമ നിർവഹിക്കണം. വീട്ടിൽ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം ഓരോരുത്തരും നിർവഹിച്ചേ പറ്റൂ. പരസ്പരമുള്ള നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസ്യത, അതേപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹം, കാരുണ്യം, അങ്ങനത്തെ മാറ്റങ്ങൾ. ഭാര്യയ്ക്ക് എന്നോ അസുഖമായതാണ്, ആ കാര്യത്തെക്കുറിച്ച് മുമ്പ് ചോദിച്ചിട്ടല്ല. അങ്ങനെ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഓളിങ്ങോട്ട് പറയില്ലേ, ഇത് അസുഖം ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകണമെന്ന് പറയാനുള്ളത് എൻ്റെ കണക്കില്ലേ എന്ന് ചോദിക്കുന്നതിൽ എന്താർത്ഥം സഹോദരങ്ങളെ? ഒന്നിച്ചുറങ്ങുന്ന ഏറ്റവും വലിയ സ്നേഹമായി ജീവിക്കുന്ന ആൾക്ക് ഒരു ജലദോഷം വന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലും ഫോൺ ചെയ്ത് ചോദിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ, പനി കൂടിയോ, ഇതൊക്കെ അന്വേഷിക്കുക എന്നുള്ള പ്രധാനം. അസുഖം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയില്ലേ, ന്യായം തന്നെയല്ലേ ഇത്? വീട്ടിൽ അവൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അതിങ്ങനെ നോക്കി നിൽക്കണം, ഞാൻ എനിക്കെന്തൊക്കെ തിരക്കുണ്ട് എന്ന് പറയുന്നതല്ല ന്യായം. ആ സ്നേഹം, മവദ്ദത്ത്, റഹ്മത്ത്, ഇത് കടമയാണ് സഹോദരങ്ങളെ. ചില സ്ത്രീകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നിപ്പോവും. ഇന്നേ വരെ എനിക്കൊരസുഖം വന്നിട്ട് ഞാൻ പറയാതെ മൂപ്പരിൻ്റെ ആശുപത്രി കൊണ്ടുപോയിട്ടില്ലാന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എന്താ അതിൻ്റെ അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ. ഒരു പ്രതിസന്ധി നിറഞ്ഞൊരു സമയം ഒരാൾക്കുണ്ടെങ്കിൽ അപ്പോഴും ഓരോന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താൻ പറ്റും. ആ സമയത്തെ ഉൾക്കൊണ്ട് അയാളുടെ മാറാൻ പറ്റണം. ഈ കടമകളും കർത്തവ്യങ്ങളും പറയുകയാണെങ്കിൽ കുറേ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ അത് വളരെ കൃത്യമായി നിർവഹിക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ആ വീട് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രയാസകരമായൊരവസ്ഥ നമുക്ക് സൃഷ്ടിക്കുന്നില്ല. ഈ കടമകളും കർത്തവ്യങ്ങളും വീട്ടിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളും സഹോദരങ്ങൾ വളരെ കണിശമായി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ വീട് എന്ന് പറഞ്ഞത് മാത്രമല്ല, ഒരു വശം കൂടി പറയാൻ സമയം പരിഗണിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മക്കൾ. സഹോദരങ്ങളെ, മക്കളെ കാര്യത്തിൽ എന്തുകൊണ്ടോ നമ്മുടെ ആളുകൾ വളരെയധികം ആ കാര്യത്തിൽ, ഞാൻ പറഞ്ഞ മക്കൾ എന്ന് പറയുമ്പോഴേക്കും ആൾക്കാരെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മളെന്തെങ്കിലും പ്രശ്നമായി കിടക്കുമ്പോൾ നമ്മളെ നോക്കാൻ ഒരാൾ വേണ്ടതാണ്. ഞാൻ എൻ്റെ ഒരു വീക്ഷണം പറയാണ്, നോക്കേണ്ടതുപോലെ കടമയാണ്. പക്ഷെ മക്കളെ ആശ്രയിക്കാതെ ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചോളി. ജീവിതത്തിൽ ഏറ്റവും സമാധാനം മക്കളെ ആശ്രയിക്കാതെ ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കാം. മക്കൾ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ, ആരായിക്കോട്ടെ, മക്കളെ ആശ്രയിച്ചാണ് എൻ്റെ ജീവിതം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കണ്ട. അവർക്ക് കടമുണ്ട്, ഭാവി തന്നെ അതൊക്കെ ബോധ്യപ്പെടുത്താൻ ഓർക്ക് വേണമെങ്കിൽ നോക്കാം, അതിന് കൂലി കിട്ടണമെങ്കിൽ നോക്കാം, അത്രയാണ്. അവന് ശമ്പളം കിട്ടിയിട്ട് വേണം എനിക്ക് വിശ്രമിക്കാൻ. നമുക്ക് വിശ്രമിക്കണ്ട, നമുക്ക് ജീവിക്കാനുള്ള വരുമാനം എന്നും നമുക്കുണ്ടാവട്ടെ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല മക്കളെ വിചാരിക്കണം. മക്കളെ പറ്റി പറയുമ്പോഴൊക്കെ ചിന്തിക്കുക. പിന്നെ നോക്കാൻ ഭാവിയിൽ ആൾ വേണ്ടതാണ്. നോക്കാൻ ഭാവിയിൽ ആളുണ്ടാകുന്നില്ല, അവരുടെ കടമയാണ്. അതവർ നിർവഹിക്കുകയോ നിർവഹിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നിർവഹിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നിർവഹിച്ചില്ലെങ്കിലോ നിരാശപ്പെട്ടു പോലും നമ്മൾ. മക്കളില്ലാത്തവരെന്താ ചെയ്യുക? അത് നമ്മൾ പ്രശ്നമാക്കണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീട്ടിൽ ആ മക്കളെ ഒരു ശരിയായ അർത്ഥത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹോദരങ്ങളെ, അത് പലപ്പോഴും നമ്മൾ പറയാറുണ്ടെങ്കിലും അതില്ലെങ്കിൽ വീട്ടിൽ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല, നമുക്കൊരു നല്ല കുടുംബമാകാൻ പറ്റൂല. നമ്മുടെ മക്കൾ അവർക്കിഷ്ടമുള്ള സംസ്കാരത്തിൽ വളരാൻ അവരെ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ പറ്റൂല. നമ്മൾ വെക്കാത്ത ഒരു മരം, നമ്മൾ നടാത്ത ഒരു മരം
നമ്മുടെ വീട്ടിന്റെ പിന്നിൽ വളർന്നിരിക്കുന്നു. ആ മരം നമ്മൾ നട്ടതല്ല, നമ്മൾ അനുവാദവും കൊടുത്തിട്ടില്ല. പക്ഷെ വളർന്നപ്പോൾ തരക്കേടില്ലെന്ന് തോന്നിയപ്പോൾ നമ്മൾ തീരുമാനിച്ചത് വളരട്ടെ എന്നാണ് തീരുമാനിച്ചത്. ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ അത് ഒന്ന് പറിച്ചിടാനുള്ള ഒരു മടി. പക്ഷെ അത് വളർന്ന് വളർന്ന് വരുമ്പോൾ ഓരോ രാത്രിയും ഭീതിയിലാണ് ഉറങ്ങുന്നത്. കാരണം മരം പലപ്പോഴും നമ്മുടെ തലയിൽ വീഴാം. ഒരു കാറ്റടിക്കുമ്പോൾ ബേജാറ്. ഇപ്പം അത് മുറിക്കണമെങ്കിലും ബുദ്ധിമുട്ട്. കാരണം വീടുമൊക്കെ വീഴാതെ മുറിക്കണമെങ്കിൽ നല്ല പണിയാണ്. സഹോദരങ്ങൾ, നമ്മുടെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ വളർന്നാൽ ഒരു പക്ഷേ അത് നമുക്ക് ഭീഷണിയായി വരും. ഞാൻ പറഞ്ഞു, നമ്മൾ അറിഞ്ഞും നമ്മുടെ സാഹചര്യങ്ങളോട് യോജിക്കുന്ന നിലക്ക് തീരുമാനിച്ചു വളർത്തു മക്കളെ. ആ മക്കളെ ഉപകാരപ്പെടുള്ളൂ. മറ്റേ നിങ്ങൾക്ക് ഭീതിയായിരിക്കും. ഒരു ചെറിയ കാറ്റടിക്കുമ്പോഴേക്കും വീടുമോ എന്നുള്ള പേടിണ്ടാവും. ഞാൻ പറഞ്ഞു, മക്കൾ ഈ രൂപത്തിൽ നഷ്ടപ്പെടും. നല്ല സാഹചര്യത്തിലെ നല്ല മക്കളും കുട്ടികളും വളർന്നു വരുള്ളൂ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുമാറ്റവും ശരീരം മര്യാദയൊക്കെ വേണം. കുട്ടികൾക്ക് നിയന്ത്രണങ്ങൾ വേണത്ത് നിയന്ത്രണം വേണം, മുഴുവൻ നിയന്ത്രണങ്ങളല്ല. ഞാൻ പറഞ്ഞ ഈ ഒരു നിലക്കയിൽ ഏറ്റവും ഒന്ന് കുട്ടികളെ കാര്യത്തിൽ പറയുമ്പോൾ വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ട വിഷയം വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞ വീട്ടിൽ മിനിമം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ട കാര്യം ഒന്നാമത്തെ എനിക്ക് പറയല് പ്രോത്സാഹനമാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നഷ്ടപ്പെടുത്തിക്കുന്ന കാര്യം പ്രോത്സാഹനം. നിങ്ങൾ കുട്ടികൾക്ക് അത് കൊടുക്കണം, പ്രോത്സാഹനം. ഞാൻ പറഞ്ഞ ഇത് പറയുമ്പോൾ ഇത് എത്ര വലിയ പ്രസക്തമാണോ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ മറക്കാത്ത, അപ്പൊ നമ്മളൊക്കെ കുട്ടികളായി വളർന്നാലും നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, ജീവിതത്തിൽ മാതാപിതാക്കൾ നിൽക്കുന്ന പ്രോത്സാഹനം, ആ പ്രോത്സാഹനവും അംഗീകാരവും നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്ററോ ഏറ്റവും വലിയ മിനിസ്റ്ററോ ഒരു സമ്മാനം തന്നാൽ ഉണ്ടാവാത്ത സന്തോഷം മാതാപിതാക്കളുടെ അംഗീകാരങ്ങൾക്കുണ്ട്. നമുക്കെന്താ അത് കൊടുത്താൽ നമ്മുടെ കുട്ടിയേക്ക് തന്നെ. അതായത് നല്ലത് ചെയ്യുമ്പോൾ അവരെ പ്രശംസിക്കാൻ നമുക്ക് തയ്യാറാണ്. തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കുന്നവർ നല്ലത് ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറഞ്ഞ ആ പ്രോത്സാഹനം വളരെ പ്രധാനം. എത്രയോ കുട്ടികളെ കൗൺസിൽ ചെയ്യുമ്പോൾ ആ കുട്ടികൾ പറഞ്ഞ പരാതി ഇതാണ്. ഞാനിത് വളരെ തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ ഇത് വേണ്ടത് വെറുതെ ആലോചിച്ചുണ്ടാക്കിയത്. കുട്ടികൾ പറഞ്ഞത് എന്താണ്, കുട്ടി നന്നാകണില്ല എന്നിപ്പോ നിങ്ങളോട് വരെ ഇപ്പൊ വാപ്പ വന്ന് പറഞ്ഞില്ലേ ഞാൻ നേരാകണില്ല. ശരി, വാപ്പനോട് സംസാരിക്കുന്ന വാപ്പനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളെ പഴയ കുട്ടികളെ മാറില്ല ചോദിക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നന്നായി മോനെ അല്ലെങ്കിൽ നന്നായി മോളെ എന്ന് വാപ്പ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയതാണ്. ഒരു കുട്ടി എന്നോട് പറഞ്ഞാണ് 9ാം ക്ലാസ്സിലെ കുട്ടി. നമ്മളെ കുട്ടികൾക്കൊരു പ്രോത്സാഹനം സഹോദരങ്ങളെ നമ്മളിൽ നിന്ന് ലഭിക്കണം. ഞാൻ പറഞ്ഞു എത്ര നല്ല പ്രോത്സാഹനം. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ചാൻസ് കിട്ടുന്ന നിങ്ങൾ എത്ര ചാൻസ് കിട്ടും? കുട്ടി നിസ്കരിച്ചു, 8 മണിക്കാണ് നിസ്കരിച്ച്. നമ്മൾ പറയാതെയാണ് നിസ്കരിച്ചത്. പക്ഷെ അവിടെ നമ്മൾ എന്താണ് കാണുന്നത്? എന്താണ്? ഓ അല്ല നിസ്കാരം, ഈ നിസ്കാരം കൊണ്ട് എന്താ കാര്യം? 8 മണിക്കാണ് നിസ്കാരം. കുട്ടിക്ക് എത്ര വയസ്സ്? 7 വയസ്സ് 8 വയസ്സ്. ആ കുട്ടി സുബഹിക്ക് എഴുന്നേറ്റ് വന്ന് ഒന്നുണ്ടാക്കി പോയി നിസ്കരിച്ച് നിങ്ങൾ പറഞ്ഞിട്ടല്ല, പക്ഷെ 8 മണിക്കാണ് നിസ്കരിച്ചത്. നിങ്ങൾക്കൊരു നന്മ കാണാൻ പറ്റൂ സഹോദരങ്ങളെ നിങ്ങളുടെ കുട്ടിയിൽ. എന്താണ്? എന്തായാലും ഇപ്പൊ ഭർത്താവിനോട് പറയാം, നിങ്ങൾക്ക് വാപ്പനോട് പറയാം, എന്തായാലും ഓള് നീച്ചയ്ക്ക് ചെയ്തത് നിസ്കാരാണ്, കുറച്ച് വൈകിട്ടുണ്ടെങ്കിലും. അപ്പൊ ഒരു ഉപദേശം, നിസ്കരിക്കണേന് ഒരു കാര്യം കിട്ടണമെങ്കിൽ മോളെ കുറച്ച് നേരത്തെ നിസ്കരിക്കണം, വേണമെങ്കിൽ എന്നെ നമ്മൾ വിളിച്ചോണ്ട് എന്ന് പറഞ്ഞൊരു പ്രോത്സാഹനം. നിസ്കരിച്ചു എന്ന് ഒരു സന്തോഷത്തോടുകൂടെ എന്റെ ഉമ്മ പറയുമെന്ന് വിചാരിക്കുന്ന കുട്ടി കണ്ണു തുറിച്ചു നിൽക്കുന്ന അമ്മനെ കാണുന്ന സമയം തെറ്റിയിട്ട് ചോദ്യം ചെയ്യാൻ. ഞാൻ പറഞ്ഞൊരു പ്രോത്സാഹനത്തിന് നമുക്ക് സാധിക്കണം. ഇതാരും നമ്മളെ പഠിപ്പിക്കും സഹോദരങ്ങളെ. ആ പിഞ്ചു മനസ്സുകളിൽ ആ സന്തോഷം വരാൻ നമുക്ക് എന്തുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ? ഞാൻ പറഞ്ഞ നമ്മളെ കുട്ടികളുടെ സന്തോഷം അത് വെറും വസ്ത്രത്തിലല്ല, ഉടയാടകളിൽ കൈ മുഴുവനില്ലാത്ത തുടമറയാത്ത വസ്ത്രങ്ങളാണ് കുട്ടികൾക്കുള്ള പ്രോത്സാഹനം എന്ന് ചിന്തിക്കുന്നവർക്ക് തെറ്റി. കുട്ടികൾ നന്മകളെയാണ് സ്നേഹിക്കുന്നത്. നല്ലത് പറഞ്ഞാലും നന്മയും കാര്യകാരണ ബന്ധമുള്ളത് അവർ ഉൾക്കൊള്ളുള്ളൂ. അല്ലെങ്കിൽ വാപ്പനെ ചോദിക്കും, അതെങ്ങനെ നിങ്ങൾ പറഞ്ഞ് ശരിയാകണമെന്ന് ചോദിക്കും. വാപ്പനോട് തിരിച്ചു ചോദിക്കും. ആ ശുദ്ധ മനസ്സുകൾക്ക് നന്മയെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അവിടെ നന്മ പറയാൻ പ്രോത്സാഹിപ്പിക്കാം. അവരെ പല്ലു തേക്കാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. പല്ലു തേക്കാതെ കണ്ട കേടുവന്ന പല്ലുകളെ കുറിച്ചല്ല പറയേണ്ടത്. പല്ല് തേക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാം, കുളിക്കാനുള്ള അവസരം, അവരെ വൃത്തിയും ശുദ്ധിയും നമ്മൾ പഠിപ്പിക്കാം. എല്ലാ കാര്യങ്ങളും അവരെവിടെ ഓരോന്നിനും ഓരോ സ്ഥാനം നിർണ്ണയിക്കാം. കുട്ടികൾ എന്ത് ചെയ്യണം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാനല്ല. ഇത് നിന്റെ അലമാരയാണ്, ഇത് നിങ്ങൾ വായിക്കുന്ന മേശയാണ്, ഇത് നീ ഉപയോഗിക്കുന്ന റൂമാണ്. അവിടെ വൃത്തിയും അവിടെ ശുദ്ധിയും ചിട്ടയും വരുത്തുക. വീട് മൊത്തം അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നിന്റെ വസ്ത്രം അവിടെ എവിടെ അയച്ചിടാൻ പറ്റാന്ന് പറയാൻ പറ്റും. വസ്ത്രം എവിടെ അയച്ചിടണം അതിന്റെ സ്ഥാനം നിങ്ങൾ നിർദ്ദേശിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്കിത് ചെറുതായി തോന്നിയേക്കാം. ആ കുട്ടിയിലുണ്ടാകുന്ന സ്വഭാവമാറ്റം, എന്റെ പുസ്തകം എവിടെ വെക്കണം, എന്റെ ബാഗ് എവിടെ വെക്കണം, എന്റെ കുട എവിടെ വെക്കണം, അതിന്റെ സ്ഥാനം നിങ്ങൾ നിർണ്ണയിച്ചു കൊടുത്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരമുണ്ട്. ഇത് ഇവിടെയാണോ കൊടുത്തിടുക?
അതിനൊരു സ്ഥാനം അവർക്ക് അനുവദിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം. ഇത്ര പറഞ്ഞാൽ ഈ ഉത്ഭുതമായ സദസ്സിന് മനസ്സിലാവും. പ്രോത്സാഹനം ഏറ്റവും പ്രധാനം. പ്രോത്സാഹനം കിട്ടാതെ മനസ്സ് വേദനിക്കുന്ന കുട്ടികളുടെ മാർക്ക് കുറയാം. പക്ഷെ മാർക്ക് കുറഞ്ഞത് എല്ലാ വിഷയത്തിലും ഇല്ല. കുറഞ്ഞ വിഷയത്തിൽ മാർക്ക് കുറയാനുള്ള കാരണം കുട്ടി മാത്രമായിക്കൊള്ളുന്നില്ല. അതിൻ്റെ അധ്യാപകന് ഉത്തരവാദിത്വം ഉണ്ടാവാം. ആ വിഷയത്തിലുള്ള കുട്ടിയുടെ ബുദ്ധിയുടെ തകരാറുണ്ടാവാം. അതിന് ബാക്കിയുള്ള 5 പേപ്പറിലെയും സന്തോഷം ആ കുട്ടിക്ക് ലഭിക്കാതിരിക്കാൻ ഒരു കാരണമായാൽ ഇങ്ങനെ ഓരോ വിഷയത്തിലും നിങ്ങൾ ചിന്തിക്കാം. ചെറുപ്പം മുതൽ ആ കുട്ടിക്ക് നിങ്ങൾ പ്രോത്സാഹനം കൊടുത്താൽ ആ കുട്ടി നിങ്ങൾ വിചാരിക്കാത്ത സ്വഭാവശുദ്ധിയോടെ വളരും. ആത്മവിമർശനങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്ന് പ്രോത്സാഹനം, നന്മകൾക്കുള്ള പ്രോത്സാഹനം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അടിസ്ഥാനപരമായ സൗകര്യം അത് കുട്ടിക്ക് ചെയ്തു കൊടുക്കണം. വീട്ടിൽ അടിസ്ഥാനപരമായ സൗകര്യം, അവർക്ക് വായിക്കാനും പഠിക്കാനുമുള്ള സൗകര്യം. നമുക്ക് വിരുന്നേര് വരാനുണ്ടാവും, അതിഥി വരാനുണ്ടാവും, നമുക്ക് കാസറ്റ് കാണാനുണ്ടാവും, വർത്താനം പറയാനുണ്ടാവും, സൊറ പറയാനുണ്ടാവും, പല കാര്യങ്ങളും ചെയ്യാൻ സമയം. വീട്ടിലൊരു നല്ല സാധനം കൊണ്ടുവന്ന് അത് ആളുകൾക്ക് വീട്ടിലുള്ള കാണിച്ചു കൊടുക്കേണ്ട സമയം കുട്ടികൾ വായിക്കുമ്പോഴല്ല. വായന കഴിഞ്ഞ് നിങ്ങൾ വരി, നമുക്കൊന്ന് തുറക്കാനുണ്ട്, ഒരു പെട്ടി തുറക്കാനും സാധനം കാണിച്ചു തരാണ്ടെന്ന് പറഞ്ഞു സമയം നിർണ്ണയം. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലെ കാര്യങ്ങളെ ബാധിക്കാത്ത രൂപത്തിൽ അവർക്ക് നമ്മൾ സൗകര്യങ്ങൾ ആസൂത്രണം ചെയ്ത് കൊടുക്കണം, സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം, അടിസ്ഥാന സൗകര്യങ്ങളെ. അതേപോലെ സഹോദരങ്ങളെ, ഇതിൽ ഏറ്റവും പ്രധാനമാണ്, ഞാൻ ചുരുക്കാണ്, പ്രതികൂലമായ അവസ്ഥ ഇല്ലാതിരിക്കാൻ. അതിനാണ് ഞാനൊരു ആയത്ത് ഓതി വെച്ച് തുടക്കത്തിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. വീട്ടിലുള്ള ശ്രദ്ധ 100% സ്വാതന്ത്ര്യത്തോടെ ഓടിക്കളിക്കേണ്ട കുട്ടികൾക്കും ഇസ്ലാം വീട്ടിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഖ്ദിനകുമുല്ലദീന മലക്കത്ത് അയ്മാനുക്കും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്തിൻ മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി വഹീന തലഊന സിയാബകും മിനൽ ലഹീറ വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ സലാസു ഔറാത്തിൻ ലക്കും. 3 സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നമ്മളെ റൂമിലേക്ക് വരാൻ പാടില്ല എന്നാണ് സമ്മതം ചോദിക്കാതെ. നോക്കൂ നിങ്ങൾ, അത് ഇസ്ലാം വെച്ചൊരു അതിർവരമ്പാണ്. തൊട്ടടുത്ത ആയത്താണ് വഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലും ഫൽയസ്തഅ്ദിനൂ കമസ്തഅ്ദനല്ലദീന മിൻ ഖബ്ലിഹിം. പ്രായപൂർത്തി എത്തിയ കുട്ടികളാണെങ്കിൽ അവരും സമ്മതം ചോദിക്കണം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ വാപ്പൻ്റെ ഉമ്മൻ്റെ റൂമിലേക്കും സ്വകാര്യതകളിലേക്കും അവർ വരണമെങ്കിൽ അവർക്ക് അനുവാദം വേണമെന്നാണ്. ഈ 3 സമയമല്ലാത്ത സന്ദർഭങ്ങളിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് നിങ്ങളെ കൂടെ ഉള്ളവരാണ്, അവർക്ക് വരുന്നതിന് കുറ്റമില്ലാന്ന് ഞാൻ പറഞ്ഞ. വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ചിട്ട, ഒരു വ്യവസ്ഥ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കണം. അതല്ലെങ്കിൽ ആ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ വളരെ വലിയ തകരാറുകൾ ഉണ്ടാവും. വാപ്പയും ഉമ്മയും സ്വകാര്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ സ്വകാര്യമായി വെക്കാതിരുന്നാൽ അത് കുട്ടികളുടെ മാനസിക വളർച്ചയെ വളരെ ശക്തമായും പ്രതികൂലമായും ബാധിക്കും. അതുകൊണ്ട് ആ കുട്ടികളുടെ കാര്യം നമ്മൾ വീട്ടിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരണം എന്നാണ്. ഇങ്ങനെ നല്ല നല്ല പ്രതീക്ഷയുള്ള നന്മ നിറഞ്ഞ മക്കളും ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്ന, വീടിൻ്റെ അധികാരം സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഭാര്യയും, അത് തൻ്റെ ഭരണമാണ് അവിടെ എന്ന നിലയ്ക്ക് എല്ലാ കാര്യത്തിലും ശ്രദ്ധയെത്തുന്ന ഒരു ഭർത്താവും, മതപരമായ പിശാചുമാറി നിൽക്കുന്ന മതപരമായ അന്തരീക്ഷമുള്ള ഒരു വീടും നമുക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ള ഏറ്റവും വലിയ സ്വർഗം, സന്തോഷം, വിശ്രമ ലോകം അതാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാം. അങ്ങനത്തെ ഒരു വീടായി നമ്മുടെ വീടിനെ പരിവർത്തിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാം. അതിനുള്ള പ്രായോഗികമായ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ കണ്ട പരിഹാരം തന്നെയാണ്. കുറച്ച് മഴ ഉണ്ടെങ്കിലും തണുപ്പുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ കൂട്ടിത്തരം ക്ലാസ്സുകൾക്ക് വരിക, ജുമാക്ക് വരിക, അതൊക്കെ വലിയ മാറ്റം ഉണ്ടാവും. ജുമായിലൊക്കെ നമ്മുടെ കുട്ടികളും നമ്മുടെ ഭാര്യയൊക്കെ പങ്കെടുക്കുമ്പോൾ അതവരുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കും. ഒരാഴ്ചത്തേക്കുള്ള വെളിച്ചം ആ ഒരു ഉത്ബോധനങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കും. അതേപോലെ സീഡികളും കാസറ്റുകളും ലഭിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യാം. മതപരമായ കാര്യങ്ങളുമായി അവരെ ബന്ധപ്പെടുത്തുക, അത്തരം സംസാരങ്ങൾക്ക് വീട്ടിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കാം. ഇങ്ങനെയാകുമ്പോൾ സഹോദരങ്ങളെ വളരെ നല്ല ഒരു കുടുംബം, നല്ലൊരു വീടിനെ നമുക്ക് രൂപീകരിച്ചെടുക്കാൻ പറ്റും എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എത്ര പ്രായമായ ആളുകളിലാണെങ്കിലും ഉണ്ടെങ്കിലും നാട് മുഴുവൻ അറിയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തി അത് സ്വയം പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളതിന് പരിഹാരം തേടുകയും അത് പരിഹരിക്കുകയും ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തണം. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്മയിൽ ഒന്നിപ്പിക്കുകയും ഈ ദീനിയായ ഒരു അവസ്ഥയിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ പരലോകത്തിൽ സ്വർഗത്തിൽ എത്തിപ്പെടുകയും ചെയ്തവരിൽ അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ഞങ്ങൾ.
ആ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ക്ഷമിക്കുവാനും അതിനെ ശരിയായ രൂപത്തിൽ തരണം ചെയ്യുവാനും പരിഹരിക്കാനുമുള്ള ഒരവസ്ഥാവിശേഷം നാഥ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കൂട്ടിയിണക്കണമേ തമ്പുരാനെ. തീക്ഷ്ണമായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് കരുണയും സമാധാനവും നീ വർഷിക്കണമേ നാഥ. ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സമാധാനവും കൺകുളിർമയും പ്രദാനം ചെയ്യണമേ രക്ഷിതാവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.